പ്രത്യേകം സ്വീകരിച്ചുകൊള്ളുന്നു. അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന് പാസ്റ്റർ അലക്സ് അവറുകള്, മറ്റ് ശുശ്രൂഷകന്മാര്, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ്, ഈ ഇരിക്കുന്ന ഓരോ മെമ്പേഴ്സിനും, എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നലത്തെ പത്രം നിങ്ങൾ ഇവിടുത്തെ ഗൾഫ് ന്യൂസ് എന്ന പത്രം എത്ര പേര് വായിച്ചെന്നും എത്ര പേര് അതിനകത്ത് നോട്ട് ചെയ്തെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും വളരെ വളരെ ഭീകരമായ ഒരു വസ്തുതയുടെ മുമ്പിലാണ് UAE വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. പലരും കണ്ടു കാണില്ല. ഇന്ന് പോയിട്ട് വായിച്ചാൽ മതി. ആരും ഭയപ്പെടാൻ പറയല്ല. ഞാന് അബുദാബി ചെന്ന ശേഷമോ അതോ ഇവിടെ വെച്ചോ അറിഞ്ഞു ഫുജറായിൽ ഉഗ്രമായ ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ അടുത്തത് കൊടുത്തിരിക്കുന്ന അനുസരിച്ച്, അത് ജിയോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്, UAE പ്രധാന വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വളരെ ഭീകരമായുള്ള ഇറപ്ഷൻസ്, ഭീകരമായുള്ള ഭൂചലനങ്ങൾ ഈ കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബുദാബി, ദുബായ്, പിന്നെ അങ്ങോട്ട് ഷാർജ, അങ്ങോട്ട് പോകുന്ന പ്രധാന ഭാഗങ്ങൾ അലയൻ വരെ ഉണ്ടാകുമെന്ന് ഇന്നലത്തെ പത്രത്തിൽ അവര് പ്രഖ്യാപിച്ചിരിക്കുന്ന വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആരും ഭയപ്പെടാനല്ല, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസം വെറുതെ ഇരിക്കുന്നത്, നിശ്ചയമായിട്ട് കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. ജപ്പാനിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അപകടം സംഭവിച്ചു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപായത്തിൽപ്പെട്ടു. വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ സൗധങ്ങളൊക്കെ ഇടിഞ്ഞു താഴെ വീണു. അവിടുത്തെ കൺസ്ട്രക്ഷൻ വളരെ മോസ്റ്റ് മോഡേൺ ആണ്. അതേ സമയത്ത് അതെല്ലാം ഷോക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫൗണ്ടേഷൻസ് ആണ്. പക്ഷേ അങ്ങനെയുള്ള ബിൽഡിംഗിൽ നിലനിൽപ്പാൻ കഴിയാതെ വണ്ണം ഭീകരമായ ഭൂകമ്പം നടന്നു. അത് നമ്മുടെ മനസ്സിലിരിക്കണം. ഇതിനിടെ ഈ മറ്റു പല സ്ഥലങ്ങളിൽ നടക്കുന്ന ദിവസം ഒന്നെങ്കിലും ഓരോ ദിവസങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മളെ സന്തോഷിക്കുന്നവരായിരിക്കരുത്, നിശ്ചയമായിട്ടും ദുഃഖിക്കുന്നവരായിരിക്കണം. മനസ്സിന് ദുഃഖമുള്ളവരായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. പ്രത്യേകം ഓർക്കണം, യെരുശലേമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നവയാണ്. ഇറാഖിൽ നടക്കുന്ന കാർ ബോംബ് സ്ഫോടനങ്ങൾ നമ്മെ ദുഃഖിപ്പിക്കുന്നവയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ദുഃഖത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മളെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട്, ചിന്തിക്കുവാനായി ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് ഇന്നത്തേക്ക് വായിക്കുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചേ വളർത്തുന്നു. ആ വാക്യത്തിൽ നിങ്ങളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആ വാക്യം വളരെ ഗൗരവം പിടിച്ചൊരു വാക്യമാണ്. അതിനകത്ത് ധാരാളം വസ്തുതകൾ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. നാം ഇങ്ങനെയാണ് ആ വാക്യം, ഞാൻ ഒന്നുകൂടെ വായിക്കണം. നാം ഭാഗ്യകരമായ പ്രത്യാശ, അല്ല, അതിന് മുമ്പിൽ 11-ാം വാക്യം സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തും. കഴിഞ്ഞ രാത്രി കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ സ്നേഹിതൻ നോഹയുടെ കാലത്തെ സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന കേട്ടതിൽ സന്തോഷമുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ച വസ്തുതകളിൽ അവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു എന്ന്. 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അത് ഉപദേശപരമായിട്ടൊരു വലിയ വിഷയം കൂടാണ്. പിന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അത്രയും വലിയ ഒരു സംഭവത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ അവിടുത്തെ പ്രധാന വിഷയം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. ദൈവമക്കൾ ഓർമ്മയിരിക്കണം, ഒരു മനുഷ്യന് കൃപ ലഭിച്ചപ്പോൾ
കുറെ ആളുകൾ അതിന്റെ കൂടെ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി കൃപ ലഭിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൃപ പ്രാപിച്ച എല്ലാവർക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൃപയുടെ യുഗത്തിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മൾ പാടിയാലും നമ്മൾ വായിച്ചാലും പ്രസംഗിച്ചാലും കൃപയുടെ കാന്തനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ഒരു ആരാധനയുടെ ബോധം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തിരുവചനം കേൾക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ഈ മരുഭൂമിയിലായിരിക്കുന്ന അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ശാന്തമായ ഒരു അവസരം ഒരുക്കിയത് കൊണ്ട് സ്തോത്രം. കർത്താവേ, UAE കടൽ തീരങ്ങളെല്ലാം അപകട സൂചന നൽകിക്കൊണ്ട് നിൽക്കുന്നുവല്ലോ. ഞങ്ങളുടെ മനസ്സിനെ വളരെ ദുഃഖിപ്പിക്കുന്നു. കർത്താവേ, ഈ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ, ദേശത്തെ രക്ഷിക്കണമേ, ഭരണത്തലവന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പ്രവൃത്തിയെ ഞങ്ങളുടെ നടുവിൽ ജീവിപ്പിക്കണമെന്നും വിശേഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജെറുസലേമിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈജിപ്തിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങള് അതുപോലെ തന്നെ ഇറാഖിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് മറ്റ് രാജ്യങ്ങളെല്ലാം ഓർക്കുന്നു. ഭൂകമ്പത്തിൽ പെട്ടുപോയിട്ട് അനേകം ആളുകൾ മരണമടഞ്ഞ ജപ്പാനെ ഓർത്ത് ഞങ്ങൾ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രസിദ്ധനായി ഭയപ്പെടുത്തിയ എല്ലാവരെയും ഭയപ്പെടുത്തിയ മനുഷ്യൻ വെടിയേറ്റ് മരിച്ചല്ലോ. കർത്താവേ, ആ കുടുംബത്തെ തിരുമേനി സന്ദർശിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരണമേ. രാജ്യത്തലവന്മാരെ രക്ഷിക്കണമേ. കൊള്ളത്തലവന്മാരെ കർത്താവേ അവിടുത്തെ വചനം അയച്ച് വിടുവിച്ച് രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യനും നശിക്കുവാൻ സമ്മതമില്ലാത്ത ഗുരു ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഒരു മനുഷ്യൻ നശിക്കുവാൻ സമ്മതിക്കുകയാത്ത കർത്താവേ, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ കണ്ണുനീര് തിരുമ്മി കാണുന്നതുകൊണ്ട് സ്തോത്രം. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹാദൈവവും രക്ഷിതാവുമായ യേശുവിന്റെ മടങ്ങി വരവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഒരു ആരാധനയുടെ അനുഭൂതി ഉണ്ടായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ഇന്ന് രാത്രിയിൽ ആയിരിക്കാൻ. പ്രത്യേകം ഓർക്കണം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. വി ആർ ഹെഡഡ് ടു ദ ഇറ്റേണൽ ബ്ലിസ് ഓഫ് ദ ഹെവൻ. ആ സ്വർഗത്തിന്റെ ആ ബ്യൂട്ടി ആസ്വദിക്കുവാൻ പോകുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വെറുതെ ഒരു കാഴ്ചക്കാരായിട്ടിരിക്കുവാനല്ല പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സൂൺ ആഫ്റ്റർ ദ റാപ്ചർ, വിശുദ്ധന്മാരുടെ ഉൽപ്രാപണം കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, ദി ത്രോൺ ഓഫ് ഗോഡ് ഇൻ ദ 4th chapter. വെളിപ്പാട് 4ാം അധ്യായത്തിൽ ദൈവസിംഹാസന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. മനോഹരമായ ഒരു പ്രയോഗമാണ് നാം വായിക്കുന്നത്. 5ാം അധ്യായത്തിൽ വരുമ്പോൾ സിംഹാസനത്തിന്റെ അടുത്ത് തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ വായിക്കുന്നത്. സിംഹാസനത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന പ്രധാന വ്യക്തി അവിടെ ആരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ദൈവസിംഹാസനത്തെ ചുറ്റി 24 സിംഹാസനങ്ങൾ ഉണ്ടായിരിക്കും. 24 സിംഹാസനം ജസ്റ്റ് എക്സാക്ട്ലി 24 അല്ല, 24 റെപ്രസെന്റേഷൻസ് ആണ്. അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് പാടുന്ന പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുഞ്ഞാടേ നീ യോഗ്യൻ, അല്ലല്ല, കുഞ്ഞാടേ നീ thou art worthy, O Lamb of God, thou hast slain and hast redeemed us to God and made us kings and priests and we will reign forever and ever. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളെ ഇംഗ്ലീഷ് ബൈബിള് വാങ്ങിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഷാർജയിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം, ഇവിടെ കിട്ടും, നല്ല നല്ല ബൈബിളുണ്ട്. ഞാൻ പറയാത്ത ബൈബിള് വാങ്ങിക്കരുത്, ഞാൻ പറയാത്ത ബൈബിൾ വാങ്ങിക്കരുത്. അവിടെ പല ബൈബിൾ ഇരിപ്പുണ്ട്. അതിനകത്ത് RSV ഇരിപ്പുണ്ട്, ASV ഇരിപ്പുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇരിപ്പുണ്ട്, NIV ഇരിപ്പുണ്ട്, ന്യൂ കിങ് ജെയിംസ് ഇരിപ്പുണ്ട്. ഇതിനകത്തെല്ലാം ഓരോ ഡ്രോബാക്ക് ഉള്ളത് കൊണ്ട് യു ബെറ്റർ സെലക്ട് കിങ് ജെയിംസ് വേർഷൻ. അവിടെ തോംസൺ ചെയിൻ റെഫറൻസ് ബൈബിൾ ഇരിപ്പുണ്ട്. ആ തോംസൺ ബൈബിൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ബൈബിളിന്റെ അകത്ത് കിങ് ജെയിംസ് വേർഷൻ, ന്യൂ കിങ് ജെയിംസ് അല്ല, കിങ് ജെയിംസ് വേർഷൻ
തോംസൺ ചെയിൻ റെഫറൻസ് സ്റ്റഡി ബൈബിൾ ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ വേണം. എന്തുകൊണ്ട്? ഇംഗ്ലീഷ് ബൈബിൾ വേണം. എന്തുകൊണ്ട്? മലയാളത്തിന്റെ അപര്യാപ്തത മാറ്റിയെടുക്കുവാൻ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷന് സാധിക്കും. എന്റെ ഇത്രയും വർഷത്തെ ഗവേഷണത്തിൽ പഠിച്ച കഥയാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ പ്രയോഗം ഇങ്ങനെയാണ്: കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിലുള്ളവരായ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെന്ന സ്തോത്രം. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കയ്യൊന്ന് നിർത്തിയൊരു സ്തോത്രം ചെയ്താൽ ആ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് വെറും പർച്ചേസ് എന്നുള്ള പദമല്ല. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടെർമിനോളജി ഇൻ ദ തിയോളജി. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. തിയോളജിയിലെ ഏറ്റവും വലിയൊരു പദമാണ് അത് റിഡംഷൻ, വീണ്ടെടുപ്പ്. ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്നല്ല. Thou hast redeemed us to God. വീണ്ടെടുത്തു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ നല്ലവണ്ണം ഓർക്കണം. വീണ്ടെടുക്കണമെങ്കിൽ വില കൊടുക്കണം. വില കൊടുക്കുന്നതിന്റെ പേരാണ് റാൻസം, മറുവില എന്ന് പറയുന്ന ഒരു പ്രത്യേക തുകയുടെ വെളിച്ചത്തിലാണ് ഒരാളിനെ മറ്റൊരാൾ വീണ്ടെടുക്കുന്നത്. ആ വീണ്ടെടുപ്പ് കൃത്യം നിർവഹിച്ചത് സ്വന്തം രക്തം കൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയാ വിലയുള്ള ആളായി തീർന്നെന്നറിയാമോ? നിങ്ങളെ വിലപ്പെട്ട ആളിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ടാണ് വിലപ്പെട്ട ആളുകളായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടേ, നീ യോഗ്യനെന്ന് പറയാൻ ഒരു മിനിറ്റ് എടുക്കാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്വർഗത്തിലെത്തിയാ പാടാൻ പോകുന്നത് എന്താണെന്നറിയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെത്തിയാൽ നമ്മൾ പാടുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയതാണ്. നിങ്ങൾ ഓർക്കുമായിരിക്കും. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ഇത്രയും പേര് കൂടിയിരിക്കുന്ന യോഗത്തിൽ നിന്ന് ഈടുത്തി പോലെ വേണം ആരാധന പോകുവാൻ. ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രങ്ങളും ഹല്ലേലൂയയും ഒക്കെ നല്ല തീനാമ്പുകൾ കയറി പോകുന്നത് പോലെ ആയിരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കൂ. നിന്റെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഒന്ന് ഇറങ്ങി വരട്ടെ. സ്തോത്രം. ആ അഗ്നി ഇറങ്ങി വന്നിട്ടൊന്ന് ദഹിച്ച് സന്തുഷ്ടമായി പിരിയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ വർഷിപ്പ് ആരാധന ഇഷ്ടപ്പെടുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് തിയോളജിക്കലായിട്ട് പലർക്കും പഠിച്ചവരായിരിക്കുന്നത് പല ആളുകൾ നല്ല എക്സ്പെർട്സ് ആണ് തിയോളജിയിൽ. എന്നാൽ തിയോളജിക്കകത്ത് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ഈ സമയങ്ങളിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം സ്വല്പം കുഴപ്പമുണ്ട് തിയോളജിക്കകത്തൊക്കെ. ആ തിയോളജിയുടെ കുഴപ്പമൊന്ന് പരിഹരിക്കാൻ അല്പസമയം ഞങ്ങൾ തിയോളജി പറയും. ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. ആരംഭ കാലങ്ങളിൽ, ആരംഭ സമയങ്ങളിൽ സഭാചരിത്രത്തിന്റെ ആരംഭത്തിലെ പേജുകൾ വായിച്ചാൽ അത് അവിടെ അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാർ ഉണ്ടാക്കിയ ലാറ്റിൻ പദങ്ങളുണ്ട്. ആ ലാറ്റിൻ പദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള പദങ്ങളാണ്. ഒന്നാമത്തെ പദം സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് മാത്രം. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പറയേണ്ടത് അങ്ങനെയാ. എങ്ങനെയാ പറയേണ്ടത്? തിരുവെഴുത്ത്, സോളാ സ്ക്രിപ്ചറ. അത്യാവശ്യമുള്ളവർ ഒന്ന് കുറിച്ചു വെക്കണം. ചുമ്മാ ഇരിക്കരുത്. എല്ലാം അറിയാമെന്ന് വിചാരിക്കരുത്. ഒന്ന് കുറിച്ചു വെക്കണം. വേറെ ഉള്ളവരൊന്ന് കുറിച്ചേ. ഇത് പ്രസംഗമാ കുറിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? ക്ലാസ് അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമുക്ക് അങ്ങനെ ക്ലാസ് ഒന്നും പ്രസംഗമൊന്നും പ്രത്യേകിച്ചില്ല. പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് സമയത്ത് നിങ്ങളുടെ തലച്ചോറിനകത്തൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. അടിസ്ഥാനം മറിഞ്ഞാൽ നമ്മൾ വീഴും. അതുകൊണ്ട് ഉറച്ച അടിസ്ഥാനത്തിൽ വിശ്വാസി നിൽക്കണം. ഈ നിൽക്കുന്ന വിശ്വാസികൾ ഉറച്ച അടിസ്ഥാനത്തിൽ നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ഇടയ്ക്കിടയ്ക്ക് അതിഥികളായിട്ട് വന്നു കയറുന്നവർ നമ്മുടെ കൂടെ ചേരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തോ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരു സാധാരണ മനുഷ്യനായ ഒരു ഒബ്സർവറായിട്ട് ഇവിടെ ഇരുന്നാൽ ഒന്നും നേടാനില്ല ഈ യോഗത്തില്. അടുത്തിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള ഒരു നൊമ്പരം നിനക്കുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സുവിശേഷത്തിന്റെ ബോധ്യതയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളിനെ കുറിച്ച് നൊമ്പരത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലോസ്ഡ് ഡോറിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഒരുമിച്ചിരിക്കുമെങ്കിൽ ഇന്നൊരു അത്ഭുതം കണ്ട് നമുക്ക് പോകുവാൻ സാധിക്കും. നിശ്ചയമാണ്. സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ പറയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പറയണം. തിരുവെഴുത്ത് മാത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്ര ശക്തിയേ ഉള്ളൂ. ഞാനിന്ന് രാവിലെ മുതൽ ക്ലാസ് എടുക്കുക. ഇന്നലെ രാത്രി പ്രസംഗം കഴിഞ്ഞ ശേഷം ബൈബിൾ ക്ലാസ് എടുത്ത ശേഷം എനിക്ക് ഉറക്കം വന്നില്ല. ഐ വാസ് വെരി ബിസി ത്രൂ ഔട്ട് ദ നൈറ്റ്.
അനന്തരം നേരമ്പളത്ത് എഴുന്നേറ്റിട്ട് ഒരു നല്ലൊരു വലിയൊരു ചർച്ചിന്റെ മെമ്പറാണ് അദ്ദേഹവും ഭാര്യയും. പ്രത്യേകം സംസാരിക്കുവാൻ അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. കിട്ടിയ അവസരമല്ലേ, 100 പേർക്ക് എടുക്കാവുന്ന ഒരു ക്ലാസ് അവർക്ക് ഞാൻ എടുത്തു. എന്റെ കൈ കിട്ടുന്ന ഒരാളിലെയും വെറുതെ വിടുകയല്ല. സ്വത്രം നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ഇന്നത്തെ യോഗം കഴിഞ്ഞിട്ട് കാക്കസാറ് പോയി കിടന്ന് ഉറക്കും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിളിച്ചാൽ അങ്ങോട്ട് വരാം. സംവാദം നടത്തണമെങ്കിൽ അത് ചെയ്യാം, പ്രാർത്ഥിക്കണമെങ്കിൽ അത് ചെയ്യാം, വചനം പഠിക്കണമെങ്കിൽ അത് ചെയ്യാം. റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തിരക്കേറിയ ഇതിനൊക്കെ ഒരു ജോലിയിലാണ് ആയിരിക്കുന്നത്. ഓരോ വിശ്വാസിയും ഓർക്കണം, എന്നെ ദൈവം വെറുതെ വിട്ടേക്കുമെന്നാണോ? ഒരിക്കലുമല്ല. സ്വത്രം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വലിയ ഉണർവ് ഉണ്ടാകാത്തതുള്ളതിനൊരു തെളിവ് ഞാൻ പറയാം. വലിയ ഉണർവ് അധികം പേർക്ക് ഉണ്ടാകാത്തതിന്റെ കാരണം ഞാൻ പറയാം. ഓക്കെ, ദശാംശം കൃത്യം കൊടുക്കുന്നുണ്ടോ? ദശാംശം കൃത്യം കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? കൈ പൊക്കണ്ട, കൈ പൊക്കണ്ട. ദശാംശം കൃത്യം കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഐ സി. ആരും കൈ പൊക്കണ്ട, കൈയൊന്നും പൊക്കണ്ട. കൈ പൊക്കിയിട്ട് അതോട് ദൈവാത്മാവ് കുറ്റമായിട്ട് ആരോപിക്കാൻ ഇട കൊടുക്കരുത്. ദശാംശത്തിൽ ഒതുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ചലനമില്ലാതെ പോകുന്നത്. ഒന്ന് മനസ്സിലായോ? നമുക്ക് ഉത്തരവാദിത്വം വരണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് സം മണി. നിങ്ങൾ അല്പ കാര്യങ്ങൾ ചെലവഴിക്കാൻ, പണം ചെലവഴിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ ഓരോ കാര്യം പറയുന്നത്. ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് കർത്താവ് പരീശന്മാരോട് പറഞ്ഞു കേൾക്കണോ? പരീശന്മാരോട് പറയാ, നിങ്ങള് പരീശന്മാര് ശാസ്ത്രിമാരുമായുള്ളവര്, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ ചതകുപ്പ, ജീരകം, പിന്നെ തുളസി എന്നിവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, നീതി എന്നിവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കാപ്പിക്ക് പൊടി ഇച്ചിരി കൂടിപ്പോയാലും മധുരം കുറയരുതെന്ന് അമ്മാമ്മമാര് പറയുമല്ലോ, അതുപോലെ ഒരു പ്രയോഗമാണ്. അങ്ങനെ ചെയ്യണം എന്ന് യേശു പറഞ്ഞു. അത് പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് 10-1 കൊടുത്തവർക്ക് തൃപ്തിയാകുക. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ. മത്തായി സുവിശേഷം 5-20 വാക്യം നോക്കിയതെ. മത്തായി എഴുതിയ സുവിശേഷം 5-20 വാക്യം നോക്കിയതെ. നിങ്ങളുടെ നീതി, മൈക്ക് വെച്ച് വായിച്ചു. മൈക്ക്. നിങ്ങളുടെ നീതി. ചിലർ വാക്യം എടുത്തില്ല. എടുക്കാത്തതിന്റെ കാരണം എനിക്കറിയാം. ഒരു സ്വല്പ ഭയമുണ്ട്. അവിടെ ഏതോ വെടിക്കോപ്പുണ്ടെന്ന് വിചാരിച്ച ഒരു വെടിയില്ല. വെടി കൊണ്ടു കഴിഞ്ഞ് കിടക്കുക. സ്വോത്രം. അടുത്ത് നോക്കട്ടെ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഇംഗ്ലീഷ് ബൈ കിങ് ജെയിംസ് വേർഷൻ ഉള്ളതെന്ന് വായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം. Except your righteousness shall exceed the righteousness of the scribes and of the Pharisees, ye shall in no case. ഗുരുവിന്റെ വാക്കാണ്. Ye shall in no case enter into the heaven. സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. അത് ഇംഗ്ലീഷിലെ കട്ടിയേറിയ പദമെന്ന് പറഞ്ഞേ. Ye shall in, ഒന്ന് ഉറച്ചു പറഞ്ഞേ. യുവജന സമ്മേളനം കൂടിയാണല്ലോ ഇത്. PYPക്കാരൊന്ന് ചൂടായിട്ടിരുന്നേ. സ്തോത്രം. നമ്മുടെ പരിപാടികൾ നടക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെ കൈവശത്ത് നിന്ന് കുറച്ച് ചെലവിടെ മുതലൂടെ മുടക്കാൻ തയ്യാറെടുക്കണം. മുതൽ മുടക്കിയെങ്കിലേ നിനക്ക് ഉത്തരവാദിത്വമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് എത്ര കൊടുക്കണം? ദശാംശം മതിയോ? അല്ല. ദശാംശം കൊടുക്കാത്ത ആളുകളെ മലാക്കി പറഞ്ഞിരിക്കുന്ന ഭാഷ ഓർക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചേ. 3-ാമത്തെ അധ്യായത്തിൽ. ഞാൻ ഇത് ഇടയ്ക്ക് കയറി വന്നൊരു ചിന്തയാവേണ്ടത് പ്രസംഗിക്കുക. അത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. ആർക്കും ഒരു കേടും വരികയില്ല. ഞാൻ ആരെ ഉപദ്രവിക്കുകയില്ല. ഞാനതിന് മുമ്പേ വേഗം പൊക്കോളാം. മലാക്കി ദർശനം 3-ാം അധ്യായം നോക്കിയട്ടെ. യെസ്, 8-ാം വാക്യം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. അടുത്ത് ദശാംശത്തിലും വഴിപാടിലും തന്നെ. വലിയ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കാമോ? Can a man rob God എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊള്ളയടിക്കാമോ എന്ന്. Can a man rob God എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊള്ള ചെയ്യാമോ എന്ന്. റോബ് എന്നാ. നിങ്ങൾ എന്താ എടുക്കുന്നു? എന്നെ കൊള്ള ചെയ്യുന്നു. എന്താ കൊള്ള? ദശാംശവും വഴിപാട് കൊടുക്കാതിരിക്കുന്നു.
അത് കഴിഞ്ഞിട്ടാണ് നീതി പറഞ്ഞു നടക്കുന്ന ആളുകളെ കർത്താവ് മുട്ടുകുത്തിച്ച പ്രയോഗമാണ്. പരീശന്മാരെ, ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടമെന്ന് യേശു പറഞ്ഞത്. അതിന്റെ കൂടെ യേശു പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലെ ധനചിന്ത ഓർക്കണം. തത്വശാസ്ത്രം, അതിനകത്ത് ധർമ്മശാസ്ത്രം പഠിച്ചാൽ കർത്താവ് പറയുന്നത് നിങ്ങളുടെ നീതി ആരുടെ നീതിയേക്കാൾ പരീശന്മാരുടെയും. ചിലർ മിണ്ടുന്നില്ല, കാരണം ഇതൊരു അപകടം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാണ്. ഇത് കേൾക്കാതെ ഒറ്റ മനുഷ്യൻ പോകരുത്. എല്ലാവരും അങ്ങോട്ട് നോക്കിയേ, കേൾക്കുന്നുണ്ടോ എന്ന് അടുത്തിരിക്കുന്ന പുള്ളി. ഇച്ചിരി അത്യാവശ്യ കാര്യമായി, ഇത് പറഞ്ഞില്ലേ ഒക്കെയല്ല. ഓക്കെ, അത് വായിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ നീതി except your righteousness shall exceed the righteousness of the Pharisees, scribes and the Pharisees. അടുത്തത് in കണ്ടോ, അറിയാവുന്നവർ മിണ്ടുന്നില്ല. എന്നോട് പിണങ്ങി കാണും, നാളെ പ്രസംഗിക്കാൻ, നാളെ യോഗത്തിന് വരികയെന്ന് എനിക്ക് തോന്നുന്നു. ഇരിപ്പ് വേണ്ടിട്ട് ഞാൻ വരും, ഞാൻ പ്രസംഗിക്കും, ഇതിക്കുള്ള ആള് നാളെ കാണും. സ്വോത്രം. പരിപാടി ദൈവം അനുഗ്രഹിക്കും. ഞാൻ പറയാം സ്വോത്രം. ഈശാൽ ഇൻ ഉറച്ചെന്ന് പറഞ്ഞേ, നോ കേസ് എൻറ്റർ ഇൻടു ദി കിങ്ഡം ഓഫ് ഹെവൻ. സ്വോത്രം. അങ്ങനെയാണെങ്കിൽ മേലോട്ട് പോകണമെങ്കിൽ അവന്റെ നീതിയെ കവിയണം. സ്വോത്രം, സ്വോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായവരുടെ കൈയൊന്ന് കാണട്ടെ. മനസ്സിലായത് മാത്രമല്ല, മനസ്സിലായത് മാത്രമല്ല, മനസ്സുള്ളവരുടെ കൈയൊന്ന് കാണട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഞങ്ങളെ ഇതൊക്കെ പറയാതിരുന്നുണ്ടായി സ്വോത്ര കാഴ്ച എടുക്കേണ്ടി വരുന്നു സാറേ. സ്വോത്ര കാഴ്ച എടുക്കാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. സ്വോത്ര കാഴ്ച എടുക്കുന്ന സിസ്റ്റം അവസാനിപ്പിക്കണം. That is a low standard etiquette. എത്ര സിലോൺ പെന്തക്കോസ്റ്റ് മിഷന്റെ യോഗത്തിലാണ് സ്വോത്ര കാഴ്ച എടുക്കുന്നത്? they never do it. നമ്മുടെ ചില കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്തണം. PYPAയുടെ മീറ്റിംഗിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് മനസ്സിലായോ? We have to make a strong step for the promotion of the kingdom of God. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്കൊരു തീരുമാനം ഇന്ന് രാത്രി എടുക്കാം. സ്വോത്രം. Praise the Lord. അത് മാത്രമല്ല, ഇരിക്കുന്നതിൽ ചിലരെ ദൈവം തന്റെ വേലയ്ക്കായിട്ട് തെരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയായിരിക്കും ഇത്. അതുകൂടെ ഞങ്ങൾ ഓർത്തുകൊണ്ടാണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. എന്താ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞല്ലോ. വീണ്ടും ഞാൻ എന്റെ വിഷയത്തിലോട്ട് വരട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഞാൻ പറയാം. ഒന്ന്, സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത്. നിങ്ങളൊന്ന് പറയാമോ? ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ ആയിരിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ഏറ്റുപറയുന്നത് തിരുവെഴുത്ത് മാത്രമാണെന്ന് ഉയർത്തിപ്പിടിക്കാമോ? കയ്യിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. തിരുവെഴുത്ത് മാത്രം. സോളോ സ്ക്രിപ്ചറ. ഇത് നമ്മൾ പറയുമ്പോഴത്തെ ഗുണം എന്നറിയാമോ? ഇത് നമ്മൾ പറയുമ്പോഴത്തെ ഗുണം അപ്പോക്രിഫ തെറിക്കും. അപ്പോക്രിഫ തെറിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോക്രിഫ തെറിക്കും. സ്വന്തം അപ്പോക്രിഫയ്ക്കകത്ത് ബേസ് ചെയ്തുകൊണ്ടാണ് പല ഡോക്ടർസ് ഇവിടുത്തെ മെയിൻ ലൈൻ ചർച്ചസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓർത്തു നോക്കണം. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ പോകുന്നത് പാതാളത്തിലേക്കല്ല. അവൻ പോകുന്നത്, നീതിമാനാണെങ്കിലും പാപങ്ങൾ ഉള്ളത് കൊണ്ട് അവൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക്, പർഗറ്റോറിയിലേക്ക് പോകും എന്ന് ഒരു തെറ്റായ ഉപദേശം, കാളകൂട ഉപദേശം സഭയ്ക്കകത്ത് കയറ്റി, വലിച്ചു കയറ്റി. ഓർത്തു നോക്കണം. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂഥറിന്റെ കാലത്ത് ഒരു പ്രസിദ്ധനായ വ്യക്തി തന്റെ കയ്യിൽ പെട്ടിയുമായിട്ട് വന്നിരിക്കുക. As soon as your coins glimpse into this chest, the souls of your fathers soon jump out of purgatory and soon jump into heaven. കള്ളു കുടിച്ച് ഹാർട്ട് പൊട്ടിച്ചത്ത മൂപ്പരാൻ സ്വർഗത്തിൽ കയറാൻ മക്കളും കൊച്ചുമക്കളും കൂടെ 5 രൂപ ഇട്ട് കഴിയുമ്പോൾ അപ്പൻ സ്വർഗത്തിലെത്തും. മനസ്സിലായോ പറഞ്ഞത്? സ്വത്രം. ഇങ്ങനെ വേദപുസ്തകത്തിൽ ഒരു ഉപദേശമില്ല. അപ്പോക്രിഫയ്ക്കകത്ത്, അതെ, മക്കാബ്യർ 2-ാം പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നിന്ന് ചകഞ്ഞിളക്കി കൊണ്ടുവന്ന ദുരുപദേശമാണ്. ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം മാത്രമെന്ന് എല്ലാവരും കൂടെ ഒന്നുകൂടെ പറയണം. സോ സ്ക്രിപ്ചറ, തിരുവെഴുത്ത് മാത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് സോള ഗ്രാഷ്യ, കിറ മാത്രം. നിങ്ങളൊന്ന് പറഞ്ഞേ. രണ്ടാമത്തെ എന്നാ? ഞങ്ങൾക്കൊരു കാര്യം വേണം. അതിന്റെ പേര് ഞാൻ പെട്ടെന്ന്
വാക്കുകൾ. സോള ഗ്രാസിയ അല്ലെങ്കിൽ ഗ്രാസ്റ്റിയ, കൃപ മാത്രം. തിരുവെഴുത്ത് മാത്രം. പിന്നെ എങ്ങനെയാ? കൃപ മാത്രം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മാത്യു ഹെൻറി എന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ കൃപയെക്കുറിച്ച് പറഞ്ഞ വാക്യം വായിച്ച് എന്റെ ഹൃദയം സന്തോഷിച്ച് തുള്ളിച്ചാടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരാൾ രക്ഷിക്കപ്പെടാൻ കൃപ മതി. എന്നാൽ ദൈവങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരാൾ രക്ഷിക്കപ്പെടാൻ കൃപ മതി. വേറൊരാളെ രക്ഷിച്ചെടുക്കണമെങ്കിൽ കൃപാവരം വേണം. ആണോ അല്ലയോ? സ്വത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കൃപ പ്രാപിച്ച് പുറപ്പെട്ടു പോകുമോ ദൈവസഭയെ? നിന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നു. നോഹയുടെക്ക് കൃപ ലഭിച്ചതുകൊണ്ട് താൻ മാത്രമല്ല, തന്റെ കൂടെ 7 പേരുകൂടെ പെട്ടകത്തിൽ കടന്നു. സ്വത്രം. വേദപണ്ഡിതന്മാരുടെ വേറൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് ഞാൻ എന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അതെ, അല്പജനം എന്ന് വെച്ചാൽ 8 പേരെന്നുള്ളതിന് മുകളിൽ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതെ, കുറെ പേര് അവര് മരിക്കുന്നതിന് തൊട്ടു മുമ്പേ നോഹയുടെ പ്രസംഗത്തിന്റെ പല്ലവികൾ വീണ്ടും നാട്ടിൽ അലതല്ലിക്കൊണ്ടിരുന്നത് കൊണ്ട് അവര് നോഹയുടെ പെട്ടക പ്രവേശം കഴിഞ്ഞപ്പോൾ, താമസിച്ചാണെങ്കിലും മഴ തുടങ്ങിയപ്പോൾ അവർ ഓടിയെത്തി. ശേഷം മനുഷ്യരെ പോലെ അവര് മരിച്ചു. അവരുടെ ആത്മാക്കൾ ദൈവത്തിനൊത്തവണ്ണം പറുദീസയിൽ പോയി. സ്വത്രം. അവരോടാണ് യേശു സംസാരിച്ചതിലെ ഒരു കൂട്ടം. അങ്ങനെയാണെങ്കിൽ കൃപയുടെ വലിപ്പം മനസ്സിലായോ? സ്വത്രം. മറിയയ്ക്ക് കൃപ ലഭിച്ചു. അതിന് 6 മാസം മുമ്പേ എലിസബത്തിന് കൃപ കിട്ടി. സ്വത്രം. കൃപ കിട്ടിയ മനുഷ്യരെ കണ്ടാൽ അറിയാം. കൃപ കിട്ടിയവരെ കണ്ടാൽ അറിയാം. മുഖത്ത് നോക്കുമ്പോഴേ അറിയാം ഇവനൊരു കൃപയുള്ളവനാണെന്ന്. മനസ്സിലായോ? പ്രത്യേകം ഓർക്കണം, ലോകത്തിന്റെ ഒരു ഫാഷനും ഒരു ദൈവത്തിന്റെ മുഖത്ത് കാണാൻ പാടില്ല. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞാനിപ്പോൾ വീരപ്പനെ പോലെ ഒരു വേഷം കെട്ടി ഇവിടെ വന്നാൽ നിങ്ങൾ എന്നെ ഓടിക്കും. ഇത് യാക്കോ സാറല്ലെന്ന് പറയും. അല്ലേ സാറേ? നിശ്ചയമായിട്ട് പറയും. നിശ്ചയമായിട്ട് ഓർമ്മയിരിക്കണം. യു ഹാവ് ടു ബി വെരി കോഷ്യസ് ആൻഡ് കെയർഫുൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം കൃപ നൽകിയ മറിയയും ദൈവം കൃപ നൽകിയ പിള്ള ഗർഭത്തിൽ തുള്ളി. എങ്ങനെ തുള്ളി? പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളി. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. കൃപ. ദൈവങ്ങൾ ഇന്ന് രാത്രി കൃപയ്ക്ക് വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. സോളോ ഗ്രാറ്റിയോ, കൃപ മാത്രം. പ്രൈസ് ദി ലോർഡ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അവർ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. നിങ്ങൾ വല്ലതും പഠിയുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ആണിക്കല്ല് കയറ്റേണ്ടത് എങ്ങനെയാണെന്ന് യെസ്രായുടെ പുസ്തകത്തിലുണ്ട്. സ്വത്രം. എന്താണെന്നറിയോ? അല്ല, ഹഗ്ഗായിയുടെ പുസ്തകത്തിലുണ്ട്. കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റുമെന്ന്. സ്വത്രം. കൃപയുടെ കല്ലിട്ടാൽ കൃപയുടെ പണി അവസാനിക്കും. കൃപയോടെ തുടങ്ങണം. കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾറൈറ്റ്. നമ്മളെല്ലാം കൂടെ ചേർത്ത് ആകത്തൊക്കെ നോക്കുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഒരു വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ഞങ്ങള് സ്വല്പ സമയം എടുക്കും. അല്പം കഴിഞ്ഞ് പോയാൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, യോഗം കഴിഞ്ഞിട്ട് ആരും പോകുന്നില്ല. വർത്തമാനം പറഞ്ഞ് നിൽക്കുക, പോകുന്നില്ല. കഴിഞ്ഞ ദിവസം കിട്ടിയ മക്ഡൊണാൾഡിൽ കിട്ടിയത് നല്ലതായിരുന്നെന്ന് പറഞ്ഞ് നിൽക്കുക ആണോ? അല്ലെങ്കിൽ നമ്മുടെ കെൻഡക്കി CFC KFC ഉഗ്രരായിരുന്നു പറഞ്ഞ് രാത്രി കൂട്ടായ്മ കൂടുക. അല്ലല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ ചൂടോടെ വീട്ടോട്ട് പോയെന്ന് മുട്ടായി നിന്ന് നോക്കി. അല്ലേ, തമ്പുരാൻ നിന്നോട് സംസാരിച്ച വിഷയങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ഹൃദയം കിട്ടും. ആ ഹൃദയത്തോട് നാളെ ഇറങ്ങ്. നിന്റെ ജോലി പ്രബല ജോലിയായിട്ട് തീരും. നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ അങ്ങനെ കൂടിയൊക്കെ ഒന്ന് ചിന്തിക്കണം. കൃപ. അടുത്തത് കൃപ മാത്രമല്ല, അടുത്ത പ്രയോഗം സോളാ ഫീഡി, ഫെയ്ത്ത് ഓൺലി, വിശ്വാസം മാത്രം. ഒന്ന് പറഞ്ഞേ. അപ്പൊ എത്ര കാര്യം പറഞ്ഞു? ഒന്ന് തിരുവെഴുത്ത്, 2
കൃപ. 3 വിശ്വാസം. ചിലർ പറയുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 1 തിരുവെഴുത്ത്, 2 കൃപ, 3 വിശ്വാസം. ഫെയ്ത്ത് ഓൺലി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. നിങ്ങളും ഞാനൊക്കെ ഇത്ര ഷേപ്പിൽ ഇരിക്കുന്ന വിശ്വാസത്തിൽ വന്നുകൊണ്ടാ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓരോ പാടുമൊക്കെ കണ്ടേനെ അല്ലേ? അടി അങ്ങോട്ടുള്ള അടിയും കുത്തുമൊക്കെ കൊണ്ടൊരു പാടുമൊക്കെ ഇവിടെയൊക്കെ കണ്ടേനെ. ഇതൊന്നുമില്ല, നല്ല സുന്ദരമായൊരു മുഖം ദൈവം നിനക്ക് തന്നത് നീ കൃപയും വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ആണോ അല്ലയോ? സ്വോത്രം. ദൈവങ്ങളും നന്ദിയോടെ ഒന്ന് ഓർത്താട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. അവരെ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോളാസ് ക്രിസ്റ്റാസ്, ക്രിസ്തു മാത്രം. അവിടെയാണ് എന്റെ വിഷയം നിൽക്കുന്നത്. സ്വത്രം. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ആ വിഷയമായി യേശു ക്രിസ്തുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അത് അത്യാവശ്യം ഇപ്പോഴതാണ് ആവശ്യം, മറ്റൊന്നും അല്ല പ്രസംഗം വേണ്ടത്. ഏലിയാവ് തീയിറക്കാൻ 7 കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് പ്രസംഗിക്കേണ്ട കാലം കഴിഞ്ഞു. ഏലിയാവ് തീയിറക്കാൻ 7 കാര്യങ്ങൾ കല്ലുപറിക്കൊണ്ട് വന്നു, വെച്ച് കെട്ടി, പിന്നെ ചുറ്റും കുഴിയെടുത്ത് വെള്ളം ഒഴിച്ചു, വിറക് അടുക്കി, പിന്നെ ഇതെല്ലാം അതിനൊക്കെ അർത്ഥം കൊടുത്താൽ അതൊക്കെ മിസ് ഇന്റർപ്രിട്ടേഷൻസാ, അനധികൃതമായ വ്യാഖ്യാനങ്ങളായിരിക്കും. ഇതൊന്നും വേണ്ട. നീ നേരെ തിരുവനന്തപുരത്ത് ഒന്ന് പഠിച്ചു നോക്കിക്കേ, അനുഗ്രഹിക്കപ്പെടും. സ്വതന്ത്രം. എന്റെ അഭിപ്രായം വേറെ ആരുടെയും പ്രസംഗം ഒന്നും കേട്ടിട്ടല്ല, തന്നെത്താൻ പഠിക്കുമ്പോൾ കിട്ടുന്ന കൃപയാണ് ദൈവം നിന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ നൽകുന്ന കൃപ. ഞങ്ങളുടെ പ്രസംഗം കൊണ്ടല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. When you are accepting the reality, you turn into a real person. സത്യത്തെ പിൻപറ്റുമ്പോൾ നിങ്ങൾ ഒരു സത്യതൽപരനായിട്ട് മാറും, ഒരു സത്യമായിട്ട് മാറും. അതാണ് പ്രധാന വിഷയം. അപ്പോൾ അവിടുത്തെ പോയിന്റ് സോളാസ് ക്രിസ്റ്റാസ്. പൗലോസിനോട് ചോദിച്ചേ, ക്രിസ്തു മാത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തി ആര്? എന്റെ ക്രിസ്തു. സ്വോത്രം. അതുകൊണ്ടാണ് ടി കെ സമൂഹൻ സാർ പാടിയത്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. സ്വത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞാനും ആ കർത്താവിനെ കുറിച്ചുള്ള ചിന്തയിൽ ഇവൻ മാത്രമെന്നുള്ള പോയിന്റ് ഉറച്ചു നിൽക്കണം. 1000 പേരുടെ പുറകെ പോകുന്ന വഴിതെറ്റിയ ഒരാളല്ല മണവാട്ടി. സ്വത്രം. മണവാട്ടി ഏക. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവുമായിട്ട് വിവാഹം ഉറപ്പിച്ച നല്ല ബോധ്യതയുള്ളവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ടല്ലേ? എന്റെ കല്യാണം നടക്കുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം എന്റെ വിവാഹം നടക്കും. 10,000 അതിസുന്ദരനായിരിക്കും എന്റെ മണവാളനെന്ന്. നീ മൂളിപ്പാട്ട് മാത്രമല്ല, ഒച്ചപ്പാട്ട് പാടി നടക്കണം. സ്വത്രം. വെറും പാട്ടല്ല പാടേണ്ടത്, ഈരടിയല്ല പാടേണ്ടത്, 4 അടിയല്ല പാടേണ്ടത്, നിർത്താത്ത പാട്ട് പാടണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതം മുഴുവൻ ഈ പാട്ടുകൊണ്ട് നിറഞ്ഞതായിരിക്കണം. അതെന്തുകൊണ്ട്? അതെ, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ഇത്രയും സ്റ്റൈലായത് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, അവിടുന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഫലമാണ്. സ്വത്രം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് സോളാസ് ക്രിസ്റ്റാസ് എന്ന ചിന്താവിഷയം ആദിമസഭ അംഗീകരിച്ച പോളിസീസ് ആണ് ഞാൻ പറയുന്നത്. The fundamental theories of Christianity. ചർച്ച് ഹിസ്റ്ററിയുടെ ആരംഭ പേജുകൾ നിങ്ങൾ വായിച്ചാൽ അതിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞ വിഷയം. ഇപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 4 കാര്യം പറഞ്ഞു കഴിഞ്ഞു. 5-മത്തത് സോളി ഡിയോ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മഹത്വം ദൈവത്തിന്. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പദം നിന്റെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
ഇന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ 5 പ്രിൻസിപ്പിളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ആദിമസഭ മതപീഡയ്ക്കകത്ത് പ്രയാസം കൂടാതെ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. ഒരു ശക്തിക്കും അവരെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഈ 5 തത്വങ്ങൾ, ഈ പഞ്ചതത്വങ്ങൾ അവർ വിശ്വസിച്ചിരുന്നു. ഒന്ന് തിരുവെഴുത്ത്. അയ്യോ, ഞാൻ സംസാരിച്ചത് നിങ്ങളെങ്ങനെയാ ക്ഷീണിക്കുന്നത്? നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വയസ്സായി പോയി അതുകൊണ്ട് പുള്ളി ശക്തിയൊന്നും ഇല്ലെന്നും വിചാരിക്കരുത്. ഞാൻ ശക്തി എടുക്കും, ഉഗ്രമായ ശക്തി. ഇത്ര ശബ്ദമില്ല, പക്ഷെ ഉണ്ടാക്കി പറയാ. അന്നേരം നിങ്ങളോട് ഞങ്ങളെ ഒന്ന് സഹായിക്കണ്ടേ? സ്തോത്രം. അങ്ങനെ ഒരു കരുണ വേണം കേട്ടോ. ഇപ്പൊ പാവം ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നല്ലോ, ഞങ്ങളോട് ഒന്ന് കൂടിയേക്കാമെന്ന് വിചാരിക്കണം. അല്ല, തുടുവിടെ പ്രസംഗിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഞാൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഉള്ള ശക്തി കൊണ്ടൊക്കെ പറയാം. പക്ഷെ എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നിൽ സംസാരിക്കുന്നത്. പൗലോസ് പറഞ്ഞ വാക്കോർക്കുന്നോ? അവനെ ഞാൻ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന ശുശ്രൂഷ. ഇന്ന് രാത്രി തികവിന്റെ മക്കിലേക്ക് എത്തുവാൻ ദൈവാത്മാവ് നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ മച്യൂരിറ്റി, ക്രിസ്ത്യൻ പരിപക്വതയിൽ എത്തുന്നതിന് നമുക്കിന്ന് രാത്രി പ്രത്യേക പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്ന് സോളാ സ്ക്രിപ്ചറ, അല്ലെങ്കിൽ തിരുവെഴുത്ത് മാത്രം. 2 സോളാ ഗ്രാറ്റിയ എന്ന് പറഞ്ഞാൽ കൃപ മാത്രം. 3 സോളാ ഫീഡി, വിശ്വാസം മാത്രം. 4 സോളാസ് ക്രിസ്താസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് സോളാ ഡിയോ ഗ്ലോറിയ, ദൈവമഹത്വം മാത്രം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് മീറ്റിംഗ് ക്ലോസ് ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. അതായത് തിയോളജിയിലെ ഞങ്ങളുടെ ഹോമിലറ്റിക്കൽ ടീച്ചിങ്, ഹോമിലറ്റിക്സ് എന്ന് പറയുന്ന ലെസൺ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടെയാണ് ഞാൻ. പ്രസംഗശാസ്ത്രം. പക്ഷെ ഞങ്ങൾ ആദ്യം ശാസ്ത്രത്തെ അങ്ങ് ലംഘിച്ചേച്ചാ പിന്നെ പ്രസംഗിക്കുന്നത്. കാരണം പ്രസംഗത്തിനൊരു നടത്തിപ്പുണ്ട്, ഗൈഡൻസ് എന്ന് പറയാ. ഗൈഡൻസ് അനുസരിച്ചാ പ്രസംഗിക്കുന്നത്, അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസംഗിക്കണമെന്നില്ല കേട്ടോ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാൻ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ? ആദ്യം ഇൻട്രഡക്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദി സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചർ, പിന്നെ വെന്റിലേഷൻ, ഇങ്ങോട്ട് വെളിച്ചം കിട്ടാനായിട്ട് ഇലസ്ട്രേഷൻസ്, പിന്നെ ശബ്ദം കൂട്ടി കുറച്ച്. ഇങ്ങനെയൊന്നുമല്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാവിയെ കർത്താവിനെ വഴിയൊരുക്കുകയും. സ്തോത്രം. വളരെ ബാലനായിരുന്നപ്പോൾ, ഒരു കർഷക ബാലനായി ജനിച്ചു വളർന്ന എനിക്ക് ആദ്യകാലത്ത് ഒരു മൈക്രോഫോൺ വാങ്ങിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. ഭൂസത്യസ്ഥം പോലുണ്ട്, പക്ഷേ പണത്തിന് കുറവ്. ഒരു മൈക്രോഫോൺ ഇല്ലാഞ്ഞത് കൊണ്ട്, എനിക്കൊരു മൈക്ക് സെറ്റിന്റെ ഹോൺ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാനൊരു വെറും ഒരു മെഗാഫോൺ വെള്ളത്തിൽ വിലക്ക് വാങ്ങിച്ചു. ഇങ്ങനെ പിടിച്ചോണ്ട് സംസാരിക്കുന്നത്. അത് പിടിച്ചോണ്ട് മരത്തെ കയറി നിന്നോണ്ട് കർത്താവോ യേശുവിൽ വിശ്വസിക്കോ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കുറെ നാൾ വിളിച്ചു പറഞ്ഞ് പറയാനുള്ള ഒരു കൃപ കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലോ പരസ്യയോഗത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൈയും കാലും നെബൂഖദ്നേസർ ബെൽസസറിനെ വിറച്ച പോലെ വിറച്ചുപോയി. ഇങ്ങനെ ആയിപ്പോയി. എന്നാൽ രണ്ടാമത്തെ ദിവസം 42 മിനിറ്റ് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്നെ ശക്തീകരിച്ചത് കൊണ്ട് 3.5 മണിക്കൂർ ഒറ്റ മെസ്സേജ് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം ശക്തി നൽകി. സ്തോത്രം. ദൈവമക്കൾ നല്ലവണ്ണം ഓർക്കണം. അത് മാത്രമല്ല, എനിക്ക് ഉപയോഗിക്കുവാൻ ദൈവം മൈക്രോഫോൺ തന്നു. ഷുവർ മൈക്രോഫോൺ 7-8 എണ്ണം ദൈവം എനിക്ക് തന്നു. എന്റെ കൊതി കൊണ്ടാ, ചെറുപ്പത്തിലെ കൊതി കൊണ്ട് അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒന്നാന്തരം മൈക്ക് സെറ്റ് കിട്ടി, അതിന്റെ കൂടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കിട്ടി, അതിന്റെ കൂടെ അക്കോർഡിയൻ കിട്ടി, 2 എണ്ണം കിട്ടി. സ്വത്രം സ്വത്രം അക്കോർഡിയൻ. യെസ് യെസ്. ഇപ്പൊ ആർക്കും വേണ്ട. വീട്ടിൽ 2 എണ്ണമായിരിക്കുന്ന കണ്ണും വീഴ്ച. സ്വത്രം. എന്താ അച്ചായം വരാത്തത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്നോട്. ഞാനങ്ങോട്ട് ചെല്ലാൻ പയ്യ, എനിക്കെടുത്ത് തോളയിടാൻ പയ്യ, വലിപ്പം കൂടുതലാ. സോ ദാറ്റ് ഈസ് ഇറ്റ്. അതും വായിക്കാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എനിക്ക് തന്ന നന്മയെല്ലാം യുവജനങ്ങൾ PYPക്കാർ ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ എന്റെ മനസ്സിലെ വലിയൊരു ഗ്രേറ്റസ്റ്റ് അംബിഷൻ വാസ് ടു ഗോ ഇൻ ടു ദ ലാൻഡ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ നാട്ടിലൊന്ന് പോകണമെന്ന് എനിക്കൊരു കൊതിയായിരുന്നു. എന്റെ ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നു. സ്തോത്രം. യേശുക്രിസ്തു സ്നാനമേറ്റ കടവിങ്കൽ എന്നെ കൊണ്ടുപോയത്
യോർദാന്റെ കടവിങ്കൽ കൊണ്ടുപോയത് ഒരു അറബിയ. അവിടെ ചെന്നേച്ച് അയാൾ തന്റെ ബ്രോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാ, ദിസ് യുവർ ജീസസ് ബാപ്റ്റൈസ്ഡ്. ഓ, അവൻ അത്ര ഇംഗ്ലീഷ് അറിയാവുള്ളൂ. എനിക്ക് വിവരം പിടികിട്ടി, ഇവിടെയാണ് നിങ്ങളുടെ യേശു മുങ്ങിയത്. എനിക്ക് പിടികിട്ടി. ഞാൻ എടുത്ത് ചാടാൻ ഒരുങ്ങി വെള്ളത്തിൽ. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് ചാടാൻ ഒരുങ്ങി ഞാൻ. അവനെ കയ്യെ കയറി പിടിച്ചു. വലിയ പണ്ഡിതന്മാർക്ക്, മാർപ്പാപ്പ തുടങ്ങിയ മിടുക്കന്മാർക്ക് ഈ മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം ആ പാവപ്പെട്ടവൻ പറഞ്ഞത്. യേശു സ്നാനപ്പെട്ടത് എവിടെയാ? ഡീപ്പ് ഡീപ്പ് ഡീപ്പ്. സ്വത്രം. സ്നാനപ്പെടാത്ത ഏതൊരു വ്യക്തിയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ എക്സാമ്പിൾ നീ മനസ്സിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുത്ത് വേണം പോകാൻ. ഈ യോഗം തീരുമ്പോൾ സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ വെറുതെ ഒരു യോഗത്തിലല്ല ഞങ്ങൾ പ്ലാനിട്ട് അല്ലേ പാസ്റ്റർ, അല്ലേ സാറേ? നിശ്ചയമായിട്ടും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഒരു നല്ല കാര്യം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത് കഴിഞ്ഞ് എന്നെ വിട്ടത് പൗലോസിന് വെട്ടേറ്റ് മരിച്ച റോമിലെ സെന്റ് പോൾസ് ഗേറ്റ് ആണ്. ഹല്ലേലൂയ. I had been to the Colosseum. I had been to the Thessalium in the Greece. പൗലോസ് എന്ന് പ്രസംഗിച്ച അരയോപ കുന്നിന്റെ മുകളിൽ 1.5 മണിക്കൂർ നിന്ന് ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല, അവർ ഗ്രീക്കാ. സ്തോത്രം. അതിന്റെ താഴെയുള്ള ആ സ്ഥലത്തെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചന്തസ്ഥലത്ത് പോയി നിന്നുകൊണ്ട് അവന്റെയൊക്കെ പടമെടുത്തു. ഒടിഞ്ഞും മുറിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ദൈവത്തിന്റെ പടമെടുത്തു. അജ്ഞാത ദേവൻ എന്നാ മൂപ്പരാന്റെ പേര്. നിർത്തി വയ്ക്കേ. ഇതെല്ലാം നേരിട്ട് പോയി കണ്ടു ദൈവമക്കളെ. നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ചിലരെ വേൾഡ് ടൂറിസ്റ്റ് ആക്കി തീർക്കുന്നതിന് ദൈവത്തിന് തന്നെ സുവിശേഷം മുഖാന്തരമായിട്ട് ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. To make yourself a tourist for the gospel. സുവിശേഷം പറയുവാൻ, സുവിശേഷം കേൾക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ലോകം മുഴുവൻ പോകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വാക്കുകൾ എന്താണെന്ന് ഓർക്കുന്നു. നിങ്ങൾ ഞാനും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ പദവി മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് UAE മാത്രം അങ്ങ് ഒതുങ്ങാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഒരുങ്ങരുത്. നമ്മളെ അഭിഷേകം ചെയ്തപ്പോൾ തന്ന കൃപ എന്താണെന്നറിയോ? അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദ്യയിൽ, എല്ലായിടത്തും, പിന്നെ ശമരിയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്റെ ദൈവം എന്നെ അയച്ചു. ഞാൻ സാക്ഷിയാണ്. എന്റെ പൊന്നു കുഞ്ഞെ, ഇന്ന് രാത്രി നീ ഒരു പ്രതിഷ്ഠ എടുക്ക. ഈ പുസ്തകം എടുക്കാൻ നീ തീരുമാനിച്ചാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, പാസ്റ്റർ KC ജോൺ അവറുകള് കഴിഞ്ഞ ഈ കുറച്ച് ദിവസം, നാളുകൾക്ക് മുമ്പേ USA പോയ അവസരത്തില് മിറക്കിൾ നെറ്റിൽ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചാനൽ 2 മാസത്തേക്ക് ഉപയോഗിക്കാൻ എനിക്ക് അനുവാദം തന്നു. സ്തോത്രം. ഞാന് ഇംഗ്ലീഷ് മെസ്സേജ് പ്രസംഗിക്കുവാൻ ദൈവം എന്നെ ശക്തനാക്കി. എന്റെ സാഹിത്യം കൊണ്ടല്ല, എന്റെ കഴിവുകൊണ്ടല്ല, ഈ പുസ്തകത്തിലുള്ള എന്റെ ആശ്രയമാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഈ പുസ്തകം ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്ന് മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിലൊരു ചലഞ്ച് വേണം. യുവജനങ്ങളുടെ മനസ്സിലൊരു ചലഞ്ച് വേണം. വെറും ഒരു കൺവെൻഷൻ അല്ല പ്രതീക്ഷിക്കുന്നത്, ഡെഡിക്കേഷനാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതിഷ്ഠയാണ് ദൈവം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. പൗലോസ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർത്താട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, പിന്നെ എന്ന് പറഞ്ഞേ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഞാൻ ദൈവങ്ങളോട് ചോദിക്കട്ടെ, ഈ മടങ്ങി വരുന്നത് ആരെ? ഹു ഈസ് ദാറ്റ് പേഴ്സൺ? ആ വരുന്ന വ്യക്തി ആരായിരിക്കും? പൗലോസ് കണ്ട ദർശനം നോക്കിയട്ടെ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ആരാധിക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്നാ? ദൈവമായ കൊണ്ടാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നോട്ട് ചെയ്യണം. There are 9 references which give the wonderful name of Jesus as God.
യേശു എന്ന പേരിൽ യേശുവിനെ ദൈവം എന്ന പേരിൽ വ്യക്തമാക്കിയിരിക്കുന്ന 9 വാക്യങ്ങൾ തിരുവെഴുത്തുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹാദൈവം മടങ്ങി വരുന്നത്. സ്വത്രം വെറുതെ ഒരാൾ മടങ്ങി വരികയല്ല, ഗ്രേറ്റ് ഗോഡ്. ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന മെഗാലോതിയോ. എന്റെ യേശു മടങ്ങി വരുന്നതിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത് അങ്ങനെയാ. മെഗാലോതിയോ, ദാറ്റ് മീൻസ് ഗ്രേറ്റ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ വന്നെന്നും വരാം, വന്നില്ലെന്നും ആണോ? ഒന്നുമല്ല. കർത്താവിന്റെ വരവിനെ കുറിച്ച് വ്യാഖ്യാനം പറയാൻ തുടങ്ങിയ ആദ്യ സഭയിൽ പലരും പലതും പറഞ്ഞു നടന്നു. ഒരു കൂട്ടര് പറഞ്ഞത് വിശ്വാസി മരിക്കുമ്പോൾ കർത്താവ് അവനെ സ്വീകരിച്ച കൊണ്ടുപോകുന്ന, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ അപ്പൊ മരിക്കുമ്പോ കൊണ്ടുപോകും. രണ്ടാമതൊരു കൂട്ടർ പറഞ്ഞത് കർത്താവായ യേശുവിന്റെ ആ ഓംനി പ്രസൻസ് 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ഓംനി പ്രസൻസ് ആണ് തന്റെ വരവെന്ന് തെറ്റിദ്ധരിച്ചു ഒരു കൂട്ടര്. വേറൊരു കൂട്ടർ തെറ്റിദ്ധരിച്ചത് പരിശുദ്ധാത്മാ ഞാൻ പോകും കുറഞ്ഞോന്ന് കഴിച്ച് നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞത് കൊണ്ട് 50-50 ദിവസം ഹോളി സ്പിരിറ്റ് ഇറങ്ങി വന്നു എന്നുള്ളത് കൊണ്ട് ആ യേശു ക്രിസ്തുവിന്റെ വരവാണ് തെറ്റിദ്ധരിച്ചു ആദിമസഭയിൽ. യെരുസലേമിന്റെ നാശവും അതെ സഭയും കർത്താവിന്റെ വരവും എല്ലാം കൂടെ സംസാരിക്കുന്ന ഒലിവുമല പ്രഭാഷണം, ഒലിവൻ ഡിസ്കോഴ്സ്, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത് അതെ യഹൂദ ജാതിയുടെ ഒലിവുമലയിൽ കർത്താവ് അതായത് AD 70 യേശു വന്നെന്ന് വ്യാഖ്യാനിച്ചു. AD 70 വന്നെന്ന് വിശ്വസിച്ചു. വേറൊരു കൂട്ടർ വിശ്വസിച്ചത് അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിച്ചാൽ അറിയാം. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകല സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടർ ഉണ്ടാകുമെന്ന്. അവര് പറയുന്നത് അങ്ങനെ ഒരു ഉപദേശം ഇല്ലെന്നാണ്. നോക്കണം, വേറൊരു കൂട്ടർ വിശ്വസിക്കുന്ന പുനരുത്ഥാനം കഴിഞ്ഞു പോയെന്നാ. ഹുമനയോസും പിലാത്തോസും 2 മിടുമിടുക്കന്മാരാണ്. പൗലോസിന്റെ കൂട്ടുവേലക്കാരായിരുന്നു, പക്ഷെ അവർ പിന്മാറിപ്പോയി. അവർ രണ്ടും പറയുന്നത് പുനരുദ്ധാരം കഴിഞ്ഞ് യഹോവ സാക്ഷിയിലെ പാസ്റ്റർ ടേസ് റസലിന്റെ പ്രയോഗം. പാസ്റ്റർ ടേസ് റസൽ പറയുന്നത് 1886 യേശുക്രിസ്തുവിന്റെ വരവ് കഴിഞ്ഞു. 1914 ദൈവാധിപത്യ ഭരണം സ്ഥാപിക്കപ്പെട്ടുവെന്ന്. നിങ്ങൾ ഓർത്തു നോക്കണം, 1914 ദൈവാധിപത്യ ഭരണം സ്ഥാപിക്കപ്പെട്ടെങ്കിൽ ഈ ബോംബെല്ലാം പൊട്ടുന്നത് പിന്നെ എങ്ങനെയാ? ഒരു വിവരവും ഇല്ല പറയുന്നത്, ചുമ്മാ വല്ലതും പറഞ്ഞു പിടിപ്പിക്കുക. നിശ്ചയമായിട്ടും അങ്ങനെ കണക്ക് കൂട്ടിയതെല്ലാം മുഴുവനും തെറ്റി, ഒരെണ്ണമേ ശരിയുള്ളൂ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ വാക്യം നിങ്ങൾ ഓർക്കുന്നോ? ഇനി എത്രയും അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് പാസ്റ്റേഴ്സ് എങ്കിലും എന്നെ സഹായിച്ച് എനിക്കൊന്ന് എല്ലാവരും പിണങ്ങിപ്പോന്ന് തോന്നുന്നു. ഞാൻ വല്ല കുത്തി പ്രസംഗിച്ചു? ഇല്ലല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ഇന്ന് രാത്രിയിൽ ആ ഒരുക്കത്തോടുകൂടെ ഈ രാജാവ്, ഈ ദൈവത്തെ സ്വീകരിപ്പാൻ നിങ്ങൾക്കും എനിക്കും തയ്യാറാകാൻ കഴിയുമോ? മഹാദൈവം മടങ്ങി വരുന്നു. ഹല്ലേലൂയ! മഹാദൈവം മടങ്ങി വരുന്നു. ദൈവമക്കൾ നല്ലവണ്ണം ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മഹാദൈവത്തിന്റെ വരവിനായി നമുക്ക് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കാം. ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ് മീ മേക്ക് ഇറ്റ് ആസ് എ ബ്രേക്ക്. ഓക്കെ, നല്ല ഏകാഗ്രതയോടെ എല്ലാവരും ഇരിക്കുകയും നന്നായിട്ട് ഈ മീറ്റിംഗിൽ സഹകരിക്കുകയും ചെയ്യണം. നല്ല ഒരു അന്തം കർത്താവ് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു അന്തം. ഈ യോഗത്തിന്റെ അവസാനം ഏറ്റവും അനുഗ്രഹമാണെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസല്ലായിരിക്കാം. ഞാൻ യേശുക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി ആയ എന്റെ പ്രസംഗം സോളാസ് ക്രിസ്റ്റാസ്, ക്രിസ്തു മാത്രമെന്ന പോയിന്റിലാണ്. നിങ്ങളെ പാട്ട്, ഇപ്പോഴത്തെ പാട്ട് ഇവിടെ എല്ലാം പലർക്കും അറിയാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം
മതി, നീ മാത്രം മതി എനിക്ക്. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നതും ക്രിസ്തുവാ. ഞാന് സ്തോത്രം, അത് ക്രിസ്തുവിലാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, ഇങ്ങനെ ഭാഗ്യവാന്മാരായ കുറച്ച് ആളുകളാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ക്ഷീണിക്കാൻ നമുക്കിടയാകരുത്. ഇവിടെ വെച്ച് മാത്രമുള്ള ഒരു ബഹളമല്ല ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങി ബസ്സിൽ ഇരിക്കുമ്പോഴും പ്ലെയിനിൽ പറക്കുമ്പോഴും എനിക്ക് എന്റെ യേശു എന്റെ അകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അനുഭവമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ദൈവത്തിന്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചോട്ടെ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 9 വേഴ്സ് 6. അതെ, എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ബാലൻ, unto us a son, child is born, unto us a son is given. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഗവൺമെന്റ് shall be. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുമെന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് shall be upon his shoulder. സ്വോത്രം. ഈ ലോകത്തിലൊക്കെ എല്ലാരും ഭരിക്കുന്നെങ്കിലും ഗവൺമെന്റ് എല്ലാം കൂടെ ചുമക്കുന്ന ഒരാളുണ്ട്, ആ കൊച്ചു കുഞ്ഞാ. സ്വോത്രം, 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 സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ആ വ്യക്തി രാജാവായിട്ട് തീർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും ഒരു ആധിപത്യം ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാജാവിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ രാജാവിനെ കുറിച്ചുള്ള പ്രയോഗം മനസ്സിലായല്ലോ. ആധിപത്യം അവന്റെ, ഇംഗ്ലീഷ് ബൈബിളിൽ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അടുത്ത വാക്യം, അവൻ അത്ഭുത മന്ത്രി. ആ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന അത്ഭുത മന്ത്രി എന്ന, പക്ഷേ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ കൊടുത്തിരിക്കുന്നത് ഹിസ് നെയിം ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ. അങ്ങനെയാ, വണ്ടർഫുൾ കൗൺസിലർ. കാരണം 3 കൗൺസിലർമാരാണ് ഉള്ളത്. 1 ഫാദർ, 2 സൺ, 3 ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആലോചന സഭയിൽ നീ ഇരുന്നിട്ടുണ്ടോ എന്ന് ഇയ്യോബിനോട് ചോദിച്ചു ഓർക്കുന്നു. സ്വത്രം. ആലോചന സഭയ്ക്കകത്ത് 3 വ്യക്തികളെ ഉള്ളൂ. അവരുടെ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മാലാഖമാരെ ദൈവം പറഞ്ഞയക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, ഇവിടുത്തെ പ്രയോഗം മനസ്സിലായോ? കൗൺസിലർ, വണ്ടർഫുൾ. അത്ഭുത മന്ത്രി എന്നല്ല, വണ്ടർഫുൾ കൗൺസിലർ. പിന്നെ വീരനാം ദൈവം, മൈറ്റി ഗോഡ്. നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു. സമാധാന പ്രഭു. ദൈവമക്കളെ ആ വാക്യം ഒന്ന് കാണാൻ പഠിക്കണം. ജനിച്ചത് കണ്ടാൽ ഒരു കൊച്ചു കുഞ്ഞാ, പക്ഷേ ആളിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജനനത്തിനപ്പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗോശാലയിൽ ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ സംസാരിക്കുന്ന വ്യക്തി. ആ വ്യക്തിയുടെ പേര്, അവിടുത്തെ പേര് മൈറ്റി ഗോഡ് എന്ന. എന്താ പേര്? മൈറ്റി ഗോഡ്, വീരനാം ദൈവം. നിങ്ങൾ നല്ല വീരന്മാരായി തീരണമെങ്കിൽ വീരനാം ദൈവവുമായുള്ള സമ്പർക്കത്തിൽ വേണമായിരിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്, നമുക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് കൊണ്ടുള്ള സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടുത്തെ പ്രയോഗം നോക്കിയേ, വീരനാം ദൈവം. പിന്നെ നിത്യപിതാവ് എന്ന് പറഞ്ഞാൽ എന്നാ? നിത്യപിതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? എനിക്കും നിങ്ങൾക്കും അകത്തൊരു ജനനത്തിലൊരു നിത്യതയെ ഉരുവാക്കുവാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിലാ. യോഹന്നാൻ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. അവൻ നിത്യപിതാവ്. അടുത്ത വാക്യം, സമാധാന പ്രഭു. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത്, ആ വ്യക്തിയുടെ പേര് ആദ്യം ഞാൻ പറഞ്ഞത്, ഒന്നാമതായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് തീത്തോസിന്റെ ലേഖനം ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള പേര് യേശുക്രിസ്തുവിന്റെ പേര്, അതെ, മഹാദൈവം. മഹാദൈവം. ദൈവങ്ങളൊന്ന് പറഞ്ഞേ, എന്താ ദൈവം? ന്യൂ ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വീരനാം ദൈവം. ധൈര്യമുണ്ടോ പറയാൻ? സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ആരാധിക്കാൻ ഒക്കുള്ളൂ. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താ അറിയോ? ട്രിനിറ്റിയെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവുകൾ, തൃത്വത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവുകൾ ബാലിശമായി മാറിയിട്ടുണ്ട്.
മഹാമിടുക്കന്മാർ നമ്മൾ വിചാരിക്കുന്ന പലരും വിചാരിക്കുന്നത് പിതാവ് മാത്രം വലിയ ദൈവം, പിന്നത്തെ രണ്ടാമത്തെ സെക്കൻഡ് ചാൻസ്, മൂന്നാം ചാൻസ് എന്നാ. ഒരിക്കലുമല്ല, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ നെവർ സേസ് ദാറ്റ്. I want you to listen certain words. യഹോവ സാക്ഷിക്കാരനോ മറ്റു ചില മതക്കാരോ നിങ്ങളുമായിട്ട് കയറി ഉടക്കേണ്ട സന്ദർഭം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവാത്മാവ് കാണിച്ചിട്ടല്ല, വെറുതെ പ്രസംഗിക്കുകയല്ല, അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു. നോക്കിയതെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. യെശയ്യാ പ്രവചനം 48:16 വാക്യം ഒന്ന് വായിച്ചേ. നോട്ട് ചെയ്യേണ്ട ഒരു വാക്യമാണ്. നിങ്ങൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകും എന്താ ഞാൻ പറയാൻ പോകുന്നത്. വായിച്ചേ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. 48 ആദ്യം മുതൽ വായിച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്നത് യഹോവയാണ് ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. യഹോവയുടെ വാക്കുകളാണ്. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അടുത്ത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ആദി എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്ഭവം ഉണ്ടെങ്കിൽ അവിടെ മുതൽ ഞാനുണ്ട്. അടുത്ത്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് മൂന്നും ആരാ? ഈ മൂന്നാരാ ഒന്ന് നോക്കിയട്ടെ. സംസാരിക്കുന്നത് യഹോവ, ഈ രണ്ടുപേരെ അയക്കുന്നത് ആര്? യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും. അങ്ങനെയാണെങ്കിൽ യഹോവയാരാ? യഹോവയായ കർത്താവ് ആര്? ആത്മാവേത്. ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലായിരിക്കണം പെന്തിക്കോസ് ദൈവസഭ നിൽക്കേണ്ടത്. ത്രിത്വ വിശ്വാസം. സ്തോത്രം. മാർത്തോമയിലെ ഒരു നല്ല സ്നേഹിതനുമായിട്ട് ഇന്ന് പകൽ ഞാൻ സംസാരിച്ചു, അദ്ദേഹവും വൈഫും. ഈ വിഷയം സംബന്ധിച്ച് അല്പം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അല്പ ക്ലാസ് എടുത്ത് ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഹോളി ട്രിനിറ്റിയെ കുറിച്ച് വിശാലമായ ഒരു പഠനം കൊടുത്തിട്ടുണ്ട്. 16 പുസ്തകങ്ങൾക്ക് ഓർഡർ അവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ദിവസം പുസ്തകം ഞങ്ങൾ ഇവിടെ ഒന്നുകൂടെ കാണിക്കും. അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ടവർ വാങ്ങിക്കാൻ തയ്യാറെടുക്കണം. തയ്യാറെടുത്താൽ എറണാകുളത്ത് നിന്ന് ഇവിടെ കോപ്പി എത്തിക്കുന്ന കാര്യത്തിൽ വേണ്ടത് ചെയ്യാം. വ്യക്തമായിട്ട് ഓർപ്പിക്കാം, ട്രിനിറ്റിയെ കുറിച്ച് ദൈവമക്കൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. ത്രിയേക ദൈവം എന്ന പ്രയോഗത്തിൽ ഒരു കാരണവശാലും തോൽവി ഉണ്ടാകരുത്. ഈ വാക്യത്തിനൊരു വ്യാഖ്യാനം കണ്ടെത്താമോ സുഹൃത്തെ? യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചു. യഹോവയുടെ വാക്കുകളാണ്. യഹോവ പറയുന്നു, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അടുത്തത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. അടുത്തത്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇതാരാ യഹോവയായ കർത്താവ്? നിങ്ങളൊന്ന് പറഞ്ഞേ, യഹോവയായ കർത്താവ് ആര്? യഹോവയാര്? ആത്മാവാര്? ആത്മാവ് ക്ലിയറാ. യഹോവയാര്? യഹോവയായ കർത്താവ് ആര്? അയക്കുന്നതാര്? അയക്കപ്പെട്ടതാര്? പ്രൈസ് ദി ലോർഡ്. ആരെ അയച്ചു? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ഒരു സൗമ്യ, എല്ലാരും മൗനമായിട്ടിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. യഹൂദന്മാരെ അമ്പരപ്പിച്ച ഏക ടെക്സ്റ്റ് അതാണ്. തിരുവചനം ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിച്ചാൽ അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മുടെ ലെറ്റ് us make man in our own image. അതേ വസ്തുത തന്നെ അടുത്ത പിന്നെ നമ്മൾ വായിക്കുന്ന 3-ാം അധ്യായത്തിലാ. 1-ാം അധ്യായത്തിൽ ഇത് വായിച്ചിട്ട് ഉൽപ്പത്തി 3-ൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോരായെന്ന. വൺ എമംഗ് us. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ന് പറഞ്ഞ എമംഗ് എന്ന് പറഞ്ഞ പ്ലൂറാലിറ്റിയാ. ഒന്നിലധികം ആളത്വങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിനകത്ത് ഒന്ന് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മിൽ വൺ എമംഗ് us. പിന്നെ മനുഷ്യന്റെ ഭാഷ കലക്കുവാൻ ഇറങ്ങി വരുന്ന യഹോവയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരുവിൻ, let us go down and confound the language. മനുഷ്യന്റെ ഭാഷ കലക്കുവാൻ ഇറങ്ങി വന്നപ്പോൾ തമ്പുരാന്മാർ തമ്മിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നാം ഇറങ്ങിച്ചെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ത്രിയേക ദൈവ വിശ്വാസത്തെ ദൈവമക്കൾ ഉറയ്ക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നത്, കൈയൊന്ന് ഉയർത്തിയിട്ട് വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എനിക്കറിയാം ചിലർക്ക് തൃത്വം വലിയ വിശ്വാസം കാണുകയില്ല. നിങ്ങൾ യേശുനാമത്തിൽ പോകേണ്ടി വരും താമസിക്കാതെ. തൃത്വം ഇല്ലാത്ത ഒരൊറ്റ പേജും തിരുവചനത്തിലില്ല. ത്രിയേക ദൈവം എന്നുള്ള തത്വശാസ്ത്രം ഇല്ലാത്ത ഒറ്റ പേജില്ല. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ദ ട്രൈയൂണിറ്റി ഓഫ് ഗോഡ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, ഈ വാക്യത്തിന്റെ വ്യാഖ്യാനം ഞാനൊന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ്ട്. ദൈവം എന്ന് പറയുന്നത് ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്നത് ലോർഡ് ഈസ് സ്പിരിറ്റ്. കർത്താവ് ആത്മാവാ. ഹോളി സ്പിരിറ്റോ അത് ആത്മാവാ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവാ. സ്തോത്രം. നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് മനുഷ്യ വേഷത്തിൽ ഇറങ്ങി വന്നു എന്നല്ലാതെ
യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും yesterday, today, forever, Jesus is the same. All may change, but Jesus never. Glory to His name. Glory to His name. Glory to His name. All may change, but Jesus never. Glory to His name. Can you sing that song? Okay, നമുക്കൊന്ന് മൂളാം. എല്ലാവരും പഠിക്കും. ഇച്ചിരേ ഉള്ളൂ. രണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നേ. എപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് വിളി വരുന്നത് അറിയാൻ നോക്കിയില്ല. ഇംഗ്ലീഷ് അറിയാൻ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പോകാൻ നോക്കിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിരുന്നോണം. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാണ് വല്യമ്മച്ചി ഗ്ലോറി പറയാ. സായിപ്പന്മാരെല്ലാം ഗ്ലോറി പറഞ്ഞപ്പോ ഞാൻ നോക്കി വല്യമ്മച്ചി ഇരുന്ന് ലോറി ലോറി എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായി അവർക്ക് തെറ്റിപ്പോയി. അവർക്ക് മകന് ലോറി ഉണ്ടാവുകൊണ്ട് അത്രേ അറിയാവുള്ളൂ. അവർക്ക് ലോറി ലോറി എന്നാ പറഞ്ഞു. പക്ഷെ അവരങ്ങനെ പറഞ്ഞാലും തമ്പുരാൻ അറിയാം നിരപരാധി ആയതുകൊണ്ട് അത് ഗ്ലോറി ആയിട്ട് വരവ് വെക്കും. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വാക്കുകൾക്കകത്ത് തെറ്റുകൾ വരും, പക്ഷേ നിന്റെ അന്തരംഗം അറിയുന്നവനാണ് നിന്റെ വാക്ക് കേൾക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഓർക്കുന്നു, എന്റെ ഹൃദയം അത് ചുമ്മാതിരിക്കുന്നു. എന്റെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ എല്ലാരും നല്ലപോലെ ഉണർന്നിട്ട് എന്റെ കൂടെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നൃത്തമാടുന്നത് വരെ ഇന്ന് രാത്രി പ്രസംഗിക്കും. ആരെയും വിടുകയില്ല. കറകം അടച്ചേരെ, ബ്ലോക്ക് ചെയ്ത് അതൊക്കെ ബ്ലോക്ക് ചെയ്തേരെ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. സാറേ എല്ലാരും ഉണർന്നിട്ട് വിട്ടാ മതി ഒന്ന്. ഓക്കെ ഓക്കെ. Yesterday, today, forever, Jesus is the same. All may change, but Jesus never. Glory to His name. Glory to His name. Glory to His name. All may change, but Jesus never. Glory to His name. ഒന്ന് കൈയടിച്ചൊന്ന് പാടിക്കും. Today, forever, Jesus is the same. All may change, but Jesus never. Glory to His name. Glory to His name. Glory to His name. All may change, but Jesus never. Glory to His name. Praise the Lord. Praise the Lord. യേശുവിന് മഹത്വം കൊടുക്കണം. സ്വർഗത്തിൽ ചെന്നാലും പാടാൻ പോകുന്നത് റിഡംഷൻ സോങ്ങാ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ആദ്യത്തെ പാട്ട് 5-9-10 വാക്യത്തിലുണ്ട്. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെടും. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിലുള്ളത് ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെന്ന പാട്ട്. ഈ പാട്ട് കൊണ്ട് കഴിയുമ്പോൾ അടുത്ത പാട്ടൊന്ന് വായിച്ച് 11-ാം വാക്യം. 9-10 വായിച്ചിട്ട് 11-ാം 5-ന്റെ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരുന്നു. അവരുടെ എത്രയുണ്ടായിരുന്നു? 10,000 ആയിരുന്നു. അടുത്ത അവർ അത്യുച്ചത്തിൽ. ദൈവമക്കൾ സ്വർഗത്തിൽ ചെന്നാ പിന്നെ പതുക്കെയുള്ള ഇടപാടില്ല. എങ്ങനെയാ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പിന്നെ തകർത്ത ഇടിമുഴക്കം പോലെ. പിന്നെ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരിക്കലും വെറുതെ ഇരിപ്പില്ല. ഉഗ്രൻ ശബ്ദ കോലാഹലമാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസിക്കൽ വർഷിപ്പേഴ്സ് ഒക്കെ സ്വർഗത്തിൽ ചെല്ലുമോന്ന് സംശയമാണ്. ചെന്നാൽ തന്നെയും അവനെ അവിടെ തള്ളുന്ന എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ വർഷിപ്പേഴ്സ് ഒക്കെ സർവശക്തി ഉപയോഗിച്ച് വേണം ദൈവത്തെ സ്തുതിക്കാൻ. അല്ലേ? ഞാൻ ചോദിക്കണേ, നമുക്ക് ഒടുവിലത്തെ പ്രജ്ഞം വെച്ചിരിക്കുക. ഒടുവിലാകുമ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ക്ലൈമാക്സ് ഓഫ് യുവർ സൗണ്ട് വോയിസ് ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ ഇതിന്റെ മുകൾത്തട്ട് തെറിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ പറഞ്ഞ പാട്ട് മനസ്സിലായോ? യെസ്റ്റർഡേ, ടുഡേ, ഫോർ എവർ, ജീസസ്
He is the same. All may change, but Jesus never. Glory to His name. Praise the Lord. Praise the Lord. പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അത് ഞാനങ്ങ് വിടുക. Praise the Lord. നമ്മൾ നോക്കിയാലേ ആ വാക്യം ഒന്നും വായിച്ചേ. ഇപ്പൊ നമ്മൾ വായിച്ച 11 വാക്യം. വലിയ വലിയ സ്വർഗത്തിൽ ദൂതന്മാരുടെ എണ്ണം 10,000 10,000 അടുത്ത് അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ദൈവങ്ങൾ ശ്രദ്ധിച്ചേ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, ദൂതന്മാർ ഇതിനു മുമ്പ് സ്തോത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒറ്റൊരു റെഫറൻസ് കാണിക്കാവോ? Can you show me one reference where the angels are praising God or praise God, praise the Lord എന്ന് ദൂതന്മാർ പറയുന്ന ഒരു വാക്യം കാണിക്കാവോ? സ്തോത്രം പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലേ അവർക്കും അനുവാദമുള്ളൂ. ദൈവകുഞ്ഞോടൊരു മഹത്വമെന്ന് നിങ്ങളും ഞാനും റിഡംഷൻ സോങ് പാടിക്കഴിയുമ്പോൾ മാലാഖമാരുടെ പാട്ടിനകത്തെ ക്ലോസ് ഒന്ന് വായിച്ചേ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും. ഒടുവിൽ പറഞ്ഞ എന്നാ എന്റെ ദൈവമേ, അവർ കൊതിക്കുക സ്തോത്രം. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുക. ഈ ദൈവകൃപ പ്രാപിച്ച് ഇവിടെ തുള്ളുന്നത് കാണുമ്പോൾ മാലാഖമാർ അവിടുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി എന്നാ ഇതൊന്ന് കിട്ടുന്നത്. അവര് കുനിഞ്ഞു നോക്കുക. ഇത്രയും ഭാഗ്യം കിട്ടിയ നിങ്ങൾ ഞാനും നന്ദികേട് കാണിക്കരുത്. ദൈവം തമ്പുരാൻ ചെയ്തതിന് നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കരുത്. ഏത് സമയത്തും എ കണ്ടിന്യൂർ പ്രയർ, എ കൺസേർട്ട് പ്രയർ, an ejaculatory prayer, that means never ending prayer. Always pray and continuous prayer and praising the Lord. ഈ മാലാഖമാര് നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഇവര് പാട്ട് പാടാൻ തുടങ്ങുന്നത്. അതിന് മുമ്പേ അവര് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, പിന്നെയും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, പിന്നെയും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ചെന്ന് വേണം ഇനി അവരെ പഠിപ്പിക്കാൻ. സ്തോത്രം പറയാനേ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അടുത്തോടൊന്ന് വായിച്ച്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും നില്ലേ. അത് പറയുമ്പോ സാറേ എനിക്ക് നമുക്കൊന്ന് പോണം. യവന്മാരല്ലേ ഈ മുട്ട നിൽക്കുന്നവന്മാരെ, ഏറ്റിക്കോവൂരൊക്കെ മുട്ട നിൽക്കുന്നവ എനിക്കൊന്ന് കാണണം. ഏറ്റിക്കോവൂര്, എടമറുക, നാസറ്, സീസറ് എന്ന് വേണ്ട നെപ്പോളിയൻ ബോണപ്പാട്ട്, ഈ മിടുക്കന്മാർ സ്വർഗത്തിലും പിന്നെ ഭൂമിയിലും പിന്നെ ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെ സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രം. എന്റെ ദൈവമേ, ഈ നിരീശ്വരന്മാരെല്ലാം കൂടെ സ്തോത്രം പറയും. ഏറ്റിക്കോവൂർ പറയുന്നതാന്ന് ഞാൻ കൈകൊട്ടും. 3 തരമാണ്. അവരെങ്ങനെ നിന്നുകൊണ്ടാ പറയുന്നറിയോ? എങ്ങനെയാ നിൽക്കുന്നത്? ഫിലിപ്പ് ലേഖനം നോക്കിയട്ടെ. അങ്ങനെ ദൈവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാറൊക്കെയും മടങ്ങുകയും. സ്വത്രം ഇന്ന് മുഴങ്ങാൻ മടക്കുന്ന ദൈവം ഇതിന്റെ ഭാഗ്യം ഓർത്ത് നോക്കിയാട്ടെ. ഇവൻ അഭിമാനത്തോടെ സ്വർഗത്തിൽ മുഴങ്ങാൻ അധിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വർഗം മീൻസ് ദി ഇറ്റേണൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റി. നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷനാണ് സ്വർഗം. അവിടെ നമ്മൾ മുട്ടുകുത്തിയാൽ ഒരു നാണം കേടുമില്ല. സ്തോത്രം.
സ്വർഗത്തിൽ ചെന്ന് നിങ്ങൾ മുട്ടുകുത്തിയാ വല്ല ചകിരിപത്തയായിട്ട് ചെന്നാൽ മതിയെന്ന് ഉപദേശിമാര് പറഞ്ഞ് ഞാൻ കേട്ടു. സ്വർഗത്തിലെ ചകിരിപത്തയായിട്ടെങ്കിലും എന്നെ കൊണ്ടുപോകണമെന്ന്. സ്വർഗത്തിൽ മുട്ടുകുത്തുകയാണ്. അടുത്തതാ എവിടെയാ? ഭൂമിയില്. ഒത്തിരി നാള് കൈയും കൊട്ടി സ്തോത്രമൊക്കെ പറഞ്ഞേച്ചേ കൊച്ചുമീടിയൊക്കെ വലിച്ച് നടന്നേച്ച് റാപ്ചറിൽ കൈവിടപ്പെട്ട മിടുക്കന്മാർ ഇവിടെ മുട്ടുകുത്തും. സ്തോത്രം, 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 സ്തോത്രം. അന്നേരമാണ് നേരത്തെ ചത്ത മിടുക്കന്മാരുണ്ടല്ലോ എവിടാ കിടക്കുന്നത്? ഭൂമിക്ക് കീഴിൽ അധമപാതാളത്തിൽ കിടക്കുക. അവിടെയും മുട്ടുകുത്തും. എല്ലാരും കൂടെ ഒന്നിച്ചു പാടുന്ന ഒരു പാട്ടുണ്ട്. അതാ എനിക്ക് കൊതി. സ്തോത്രം. നമ്മളും അവരും എല്ലാം കൂടെ പാടുന്ന ഒരു പാട്ടൊന്ന് വായിച്ചത്. കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും, കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. ദൈവങ്ങളും ഓർത്ത് നോക്കി. നമ്മൾ നന്നായിട്ട് പാടാമെങ്കിലുണ്ടല്ലോ, ഈ ദൈവസിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ 4 പേരും കൂടെ ചേർന്ന് എന്തോ പറഞ്ഞു? ആമേൻ. സ്തോത്രം. ദൈവങ്ങളെ, അങ്ങോട്ടുള്ള ഘോഷയാത്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗ്യശാലികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ലോകം നിന്നെ കുറിച്ച് എന്ത് വിധി എഴുതുന്നൊന്നും വിചാരിക്കണ്ട. എന്ന് വിധി എഴുതുന്ന വിചാരിക്കണ്ട. അതിനെ മൈൻഡ് ചെയ്യണ്ട. ലോകത്തിന്റെ മുമ്പിൽ നീ വിശുദ്ധ ജീവിതം നിർവഹിച്ചു പൊയ്ക്കൊള്ളുക. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, എന്റെ സബ്ജക്റ്റിലോട്ട് ഞാനൊന്ന് മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങളുണ്ടെന്ന വസ്തുത ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയും എല്ലാ സഭകളും ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ പെന്തക്കോസ്റ്റൽ ചർച്ചസും ഇൻക്ലൂഡിംഗ് കാത്തലിക്സ്, ഇൻക്ലൂഡിംഗ് മാർത്തോമൈറ്റ്സ്, ജേക്കബൈറ്റ്സ് എല്ലാം യഹോവ സാക്ഷിയും യേശുനാമവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഏറ്റുപറയുന്ന ഒരു പ്രയോഗമാണ് ട്രൈയൂൺ ഗോഡ്, ത്രിയേക ദൈവം എന്ന് പറയുന്നത്. പക്ഷേ ആ ദൈവത്തിന്റെ ഇക്കോണമി ഒന്ന് മനസ്സിലാക്കണം, ഇല്ലാതെ പോകരുത്. നോക്കിയത് യഹോവയാണ് സംസാരിക്കുന്നത്. യഹോവ ഇസ്രായേലിന് ആരാണ്? നോക്കിയത് മലാക്കി ദർശനം 1-ാം അധ്യായം 6-ാം വാക്യം നോക്കിട്ടെ. മലാക്കി ദർശനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മലാക്കി ദർശനം 1-ാം അധ്യായം 6-ാം വാക്യം. മകനപ്പനെയും ദാസയജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ യഹോവയെ എന്തായിട്ടാ വിളിക്കേണ്ടത്? പിതാവ്. യഹോവ പിതാവാണ്. അങ്ങനെയാണെങ്കിൽ യഹോവയായ കർത്താവ് ആരാ? നിങ്ങൾ പറ. സ്തോത്രം. യഹോവയായ കർത്താവ് ആരെ? പുത്രൻ. സ്തോത്രം. എന്റെ യേശുവിന്റെ പേര് യഹോവയായ കർത്താവ് എന്നാ. നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്യണം. അതെ, ബേത്ലഹേമിലെ പുൽക്കുടിൽ ജനിച്ച കൊച്ചു കുഞ്ഞ് തനിക്ക് സ്വയം അങ്ങനെ ജനിക്കുവാൻ കഴിവുള്ളതുകൊണ്ടാ. തന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നോ? മോളിൽ നിന്ന് എന്തെങ്കിലും ഇല്ലെങ്കിൽ നിനക്ക് എന്റെ മേലെ അന്നത്തെ വലിയ പരമാധികാരുടെ മുമ്പിൽ പറയാം, മോളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് മൈ കേസ്. സ്തോത്രം. ഇത്ര വലിയൊരു രക്ഷകനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ചില വാക്യങ്ങളുടെ എളുപ്പത്തിൽ ഞാനൊന്ന് പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നോക്കിയട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓക്കെ, വചനം ദൈവമായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ഒന്നിച്ചിരിക്കുന്ന മഹത്തായ ഒരു പദവിയുടെ ദർശനം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകണം. ഈ രാജ്യത്ത് നിങ്ങൾക്കെതിരായിട്ട് വരുന്ന വലിയൊരു സംഘർഷപൂരിതമായ ആദർശത്തെയാണ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി കണ്ടുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. സ്തോത്രം. പിതാവായ ദൈവത്തെയും ആത്മാവിനെയും അയച്ചത് പുത്രനാണെന്നാ ഇപ്പൊ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം. യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചു എന്ന് പറഞ്ഞാൽ ഈ 3 ആളത്വങ്ങൾ ഒരുമിച്ച് കൂടി എടുക്കുന്ന അവരുടെ ഫൈനൽ ഡിസിഷൻ ഇൻ ദ കൗൺസിൽ. ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ബൈ ഈച്ച് പേഴ്സണാലിറ്റി, ഇംപ്ലിമെന്റഡ് ബൈ ഈച്ച് പേഴ്സണാലിറ്റി അറ്റ് ഇറ്റ്സ് ടൈം. അതാണ് ദൈവത്തിന്റെ വചനം. നിങ്ങൾ തൃത്വം മനസ്സിലാക്കുന്നവരെ 1 കൊരിന്ത്യർ 12:4 കൂടെ ഒന്ന് വായിച്ച്. 1 Corinthians chapter 12 verse 4. എളുപ്പം ഒന്ന് വായിച്ച്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. അല്ലല്ല, 12:4. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളുടെ ശുശ്രൂഷ ആത്മാവാണ് ചെയ്യുന്നത്. അടുത്ത് ശുശ്രൂഷ
ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ശുശ്രൂഷകളിൽ മിനിസ്ട്രി ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, അതാണ് ക്രിസ്തു. സ്തോത്രം. അടുത്ത് വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. മിറക്കിൾസ് അതാണ് ജോലിയാ. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, കൃപാവരവും മിറക്കിളും ശുശ്രൂഷയും എല്ലാം കൂടെ കിട്ടുന്ന ഈ 3 പേരും കൂടിയാ നിന്നെ അനുഗ്രഹിക്കുന്നത്. അല്ലേ? ഇനി എനിക്കങ്ങ് വളരെ സന്തോഷം വന്നൊരു തിയറി കിടപ്പുണ്ട്. അത് നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം ഒന്ന് തുറന്നേ ദേവിയതെല്ലാവരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കാം. അല്ല, 16-ാം വാക്യം. 16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത്. ഇവിടെ വിശ്വാസി നല്ലവണ്ണം ചിന്തിക്കണം. എത്ര നാളത്തേക്കാ നിന്റെ കൂടെ ഹോളി സ്പിരിറ്റ് ഇരിക്കുന്നത്? എന്നേക്ക്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. യു ആർ സീൽഡ്. മുദ്രയിടപ്പെട്ടിരിക്കുക. നിങ്ങളോടുകൂടി എന്നേക്കും. ഓരോ വ്യക്തിയും ഓർക്കണം, എന്റെ കൂടെ ഹോളി സ്പിരിറ്റ് എന്നേക്കുമുണ്ട്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കിയോ, ഇനി 23-ാം വാക്യം കൂടെ നോക്കിയേ. 23. യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അങ്ങനെയാണ് ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ നമ്മുടെ പൊതുവായിട്ട് കൂടെ എത്ര പേരുണ്ട് വസിക്കുന്നത്? എത്ര പേരാ വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്നേക്കും വസിക്കും. പിന്നെ ഞാനും പിതാവും വന്ന് അവനോടുകൂടെ. അങ്ങനെയാണ് ഇന്ന് രാത്രി ദൈവമക്കൾ ഇങ്ങോട്ട് നോക്കിയേ, എത്ര പേരാ നിന്റെ കൂടെ? സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്ന് ഓർത്തോണ്ട് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര വലിയ ശക്തനായ ത്രിയേക ദൈവം നിന്റെ കൊച്ചു കൂടാരത്തിൽ വന്ന് ഇറങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ദൂതന്മാർ നമ്മുടെ ചുറ്റും നടക്കുന്നത്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എത്ര മഹത്തായ ഒരു പദവിയാണെന്ന് ഓർത്തുവയ്ക്ക്. രക്ഷപ്രാപിപ്പാനുള്ള ഒരു ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ നിങ്ങളെ സെർവ് ചെയ്യുവാൻ വരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കാണ്ട് ആരും പേടിച്ച് വീട്ടിൽ പോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല ധൈര്യത്തോടെ വീട്ടിൽ പോകാൻ സാധിക്കണം. വീണ്ടും യോഹന്നാൻ 1:1 അവിടെ നമ്മൾ വായിച്ചത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് അടുത്ത വാക്യം. അടുത്തത് യോഹന്നാൻ 1:18 വായിച്ചേ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന. നമ്മുടെ മലയാളത്തിൽ വായിച്ചാൽ തോന്നും പിതാവിന്റെ സിറ്റിംഗ് മടിയിൽ കയറിയിരിക്കുകയെന്ന്. അല്ല, ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ ഓൺലി ബിഗോട്ടൺ സൺ ആണ് ഇംഗ്ലീഷ്. ഗ്രീക്ക് ബൈബിളിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് മോണോഗെനേസ് ഹിയോസ് എന്നല്ല. ഹിയോസ് എന്ന് പറഞ്ഞാൽ സൺ എന്നാണ്. മോണോഗെനേസ് തിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകജാതനായ പുത്രൻ. നല്ല മൂലഭാഷയിൽ ഏകജാതനായ ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണ് ആ വാക്യത്തിൽ യേശുവിനെ ഏകജാതനായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി 20-28 നോക്കട്ടെ. തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വന്ന സംശയാലുവായ തോമസിനെ നോക്കട്ടെ. 20-28 തോമസ് യേശുവിനെ കണ്ടത് എങ്ങനെ? തോമസ് അവനോട് എന്റെ കർത്താവും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നീ എങ്ങനെ വിളിക്കണം? കർത്താവെന്ന് വിളിക്കണം. പിന്നെ ഒന്ന് വിളിച്ചേ, ഇങ്ങനൊന്ന് പറയാമോ? എന്റെ കർത്താവും. ദൈവമക്കൾ ഒന്ന് പറഞ്ഞേ. സ്തോത്രം. എന്റെ കർത്താവും എന്റെ ദൈവവും. യേശുവിനെ നീ അങ്ങനെയാണ് വിളിക്കേണ്ടത്. അല്ല, അതിൽ കുറച്ച് വിളിയൊന്നും വേണ്ട. ചിലക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് കരുതരുതെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ആ വിഷയം സമ്മതിക്കുകയില്ല. നെവർ, നെവർ. Holy Trinity is equal one from another. 6 മെയിൻ പോയിന്റ് ആണ് തൃത്വത്തിൽ തെളിയിക്കുന്നത്. 1, 3 ആളത്വങ്ങൾ ദൈവം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. 2, ഈ 3 ആളത്വങ്ങൾ നിത്യങ്ങളാണ്. 3, ഈ 3 ആളത്വങ്ങൾ സമത്വങ്ങളാണ്. 4, ഈ 3 ആളത്വങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ്. 5, ഈ 3 ആളത്വങ്ങൾ സാരാംശത്തിൽ വൺ ഇൻ എസൻസ്. 6ാമത്തെ ക്രിസ്തീയ സഭയുടെ എല്ലാ ഉപദേശങ്ങളുടെയും അടിത്തറ ത്രിയേക ദൈവം എന്ന ഉപദേശമാണ്. കൃപാവരം പറഞ്ഞാൽ ആരെല്ലാം ഉണ്ട്? കൃപാവരത്തിനകത്ത് ആത്മാവുമുണ്ട്, കർത്താവുമുണ്ട്, പിതാവുമുണ്ട്. സ്തോത്രം. നമ്മളെ തെരഞ്ഞെടുക്കുന്ന രക്ഷയുടെ കാര്യപരിപാടി വായിച്ചു നോക്കി. എഫേസ്യർ 1-ാം അധ്യായം അവിടെ ആദ്യം തുടങ്ങുന്നത്
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ ഒരുവൻ വാഴ്ത്തപ്പെട്ടവൻ. 7-ാം വാക്യത്തിൽ വരുമ്പോൾ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന അത് പുത്രനാ, പിതാവിന്റെ രക്തമല്ല. ചിലരെ പിതാവിന്റെ രക്തമാണെന്ന് പഠിപ്പിച്ചു കേട്ടോ. അങ്ങനെയുള്ളവരെ കുഴഞ്ഞുപോയി. 11-ാം നൂറ്റാണ്ടിലെ ഉപദേശം കൊണ്ടുവന്നതാ. ദൈവമക്കളോർക്കണം 13-14 വാക്യത്തിൽ വായിക്കുമ്പോൾ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പിതാവ് നമ്മെ മുൻനിയമിച്ചു, പുത്രൻ നമ്മെ വീണ്ടെടുത്തു, പരിശുദ്ധാത്മാവ് നമ്മെ ഏതിനു വേണ്ടി? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. ദൈവമക്കളെന്ന് എനിക്കറിയാം 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് തളർന്നു കഴിഞ്ഞു. എനിക്ക് തളരാൻ നോക്കിയില്ല, ഇനിയാണ് ഞാൻ ഉണരുന്നത്. സ്തോത്രം. എനിക്ക് തളരാൻ നോക്കിയില്ല. കാരണം ഇത്രയും ഗൗരവം പിടിച്ചൊരു വിഷയം ഒന്ന് അവതരിപ്പിച്ച് ദൈവജനങ്ങളൊന്ന് ബലപ്പെട്ടിട്ട് വേണം പോകാൻ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ചോദ്യം ഇങ്ങോട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇത് കളിയല്ലെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നല്ലപോലെ മതങ്ങളുടെ ശക്തിക്കകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവപുത്രനായ യേശുവിന്റെ മഹത്വത്തിന്റെ സാക്ഷിയായിരിക്കാൻ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയുവാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ലെന്ന പോയിന്റ് ഉറച്ചു നിൽക്കുവാൻ വിശ്വാസം തയ്യാറാകണം. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെടും. നോ ഡൗട്ട്. ഓക്കെ, അടുത്ത വാക്യം ഞാൻ 9 റോമാലേഖനം 9:5 ഒന്ന് വായിച്ച്. റോമാലേഖനം 9:5 എളുപ്പം ഞാൻ അവസാനിപ്പിക്കാം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ അടുത്ത് ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അടുത്ത് അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ശ്രദ്ധിച്ചാട്ടെ, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശുവിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി 1 തീമോഥെയോസ് 3:16. 1 Timothy 3:16 3:16 അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം നോക്കിയാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ മലയാളത്തിൽ അല്പ പെസക് വരുത്തി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ വായിച്ചാൽ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. അവൻ ജഡത്തിൽ നല്ല, അവൻ ജഡത്തിൽ. ഈ പുതിയ തർജ്ജിമക്കാരെല്ലാം എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുത്താൻ വേണ്ടി തർജ്ജിമയ്ക്ക് അവർക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ടെർമിനോളജി ഹാസ് ബീൻ ചേഞ്ച്ഡ്. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ഉണ്ടോ? അത് വളരെയധികം കേടുപിടിക്കുന്ന ദുരൂഹതയുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ദൈവങ്ങളെ ഓർപ്പിക്കട്ടെ. വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഗ്രീക്ക് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ബൈബിളിൽ ഒരു അന്ത്യ തീരുമാനം പറയാൻ കഴിയുള്ളൂ. ഇവിടുത്തെ പ്രയോഗം നോക്കിയേ. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന ഇംഗ്ലീഷ് കിങ് ജെയിംസ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളെ തീത്തോസിന്റെ ലേഖനമായി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതെങ്ങനെയാ മടങ്ങി വരുന്നത്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മടങ്ങി വരുന്നയാള് മഹാദൈവമാണ്. ഹല്ലേലൂയ. അതിനുശേഷം എബ്രായ ലേഖനം 1:8 വാക്യം നോക്കിട്ടെ. എബ്രായർ 1:8 വെരി ക്ലിയർ. അടുത്തത് ദൈവമേ നീ പുത്രനോടോ എന്ന് പറയണം. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. പിതാവ് ദൂതന്മാർ മുഖാന്തരം സംസാരിച്ചു. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചു തുടങ്ങിയിട്ട് ദൂതന്മാരെ കൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുത്രനോടോ ദൈവമേ നീ. പിതാവ് പുത്രനെ വിളിക്കുന്ന പേരെന്താ? ഹല്ലേലൂയ. മനസ്സിലായോ? പിതാവ് പുത്രനെ എങ്ങനെയാ വിളിക്കുന്നത്? ദൈവമേ. സ്തോത്രം. ഇത്രയും വലിയ പിതാവ് പുത്രനെ ദൈവം എന്ന് വിളിക്കുക. നീ വിളിച്ചോണ്ട് മനുഷ്യനാന്ന് പറഞ്ഞാൽ വല്ലതും വാങ്ങിച്ചു കിട്ടും. വെറുതെ വീട്ടിൽ പോകുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലെ സൈമൺ സാർ ബ്രദറിലത്തെ പഴയ പണ്ഡിതനായ സൈമൺ സാറ് ഒരിക്കൽ പറഞ്ഞു, ഇനി യഹോവ സാക്ഷികളെ ഇനി അവരുടെ ആയുസ് മുഴുവൻ യേശു ദൈവമാണെന്നും പറഞ്ഞ് നടന്നാൽ പോലും ഇവന്റെ മഹാപാപം ക്ഷമിക്കുകയില്ലെന്ന്. സ്തോത്രം. ഇനി അവന്റെ ആയുസ് മുഴുവൻ ദൈവമാണെന്ന് പറഞ്ഞാൽ പോലും അത്രയും മഹാഭാവം ചെയ്യുന്ന അവരുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം. ആ വാക്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കട്ടെ. എന്താ പറഞ്ഞത്? പിതാവ് പുത്രനെ എങ്ങനെ വിളിക്കുന്നത്? ദൈവമേ നിന്റെ സിംഹാസനം. ഞാൻ ചോദിക്കട്ടെ, മാത്യു സാറും വർഗീസ് സാറും രണ്ടുപേരും കോളേജിലെ പ്രൊഫസേഴ്സാ. മാത്യു സാറിനെ കാണുമ്പോൾ വർഗീസ് സാറ് മാത്യു സാറേ എന്ന് വിളിക്കുക. വർഗീസ് സാറിനെ കാണുമ്പോൾ മാത്യു സാറ് സാറേ എന്ന് വിളിക്കുക.
അപ്പൊ ഒരു സാറിനെ മറ്റേ സാറ് പഠിപ്പിച്ചിട്ടാണോ? പിന്നെ എന്നാ ഈ സാറെന്ന് വിളിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? രണ്ടുപേരും ഒരിടത്തെ ഒരേ പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സാറേ സാറെന്ന് വിളിക്കുന്നത്. അതുപോലെ പിതാവായ ദൈവത്തെ പുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു. എന്താ പറയുക? ഏലി ഏലി എലോഹി എലോഹി എന്നതിന്റെ മൂലഭാഷ. എലോഹി എലോഹി ലമാ ശബക്താനി എന്ന് നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പുത്രൻ തന്റെ സഹന കഥയുടെ മധ്യഭാഗത്ത് നിലവിളിച്ചു. എന്നാൽ നല്ല കാലത്ത് പുത്രനെ പിതാവ് വിളിക്കുന്നത് ദൈവമേ എന്നാ. അവരങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാ വിളിക്കുന്നത്? ദൈവമേ എന്ന്. സ്വോത്രം സ്വോത്രം. പിതാവിന് യേശു ദൈവമാണെങ്കിൽ നിന്റെ കഥ ഇനി ഒന്നും പറയണ്ട. അല്ലേ? വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയത് അല്ലേ? ഇതിലപ്പുറത്ത് വേണ്ട ദൈവമക്കളെ. അവസാനത്തെ ഒരു വാക്കോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. 1 യോഹന്നാൻ 1 John chapter 5 verse 20, 20 വാക്യം. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അടുത്ത വാക്യം. അവൻ സത്യദൈവം. അവൻ യേശുക്രിസ്തു ആരെ? സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവമക്കളെ സ്തോത്രം 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 സ്തോത്രം. അവൻ സത്യദൈവവും പിന്നെ അലേഥിനോസ് തിയോസ്, സത്യദൈവവും ലൈഫ് എവർലാസ്റ്റിംഗ്. ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കാം. സ്തോത്രം. എല്ലാവരുടെ മുഴങ്കാൽ ഒരു ദിവസം മടങ്ങും. നിങ്ങൾക്കും ഇരുപ്പിലിരുന്നുകൊണ്ട് മനസ്സിന്റെ മുഴങ്കാലൊന്ന് മടക്കിക്കാട്ടെ. എല്ലാവരും കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് താഴെ മുട്ടുകുത്താൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിന്റെ മുഴങ്കാല് നമുക്കൊന്ന് മടക്കാം. മടക്കിക്കൊണ്ട് ദൈവപുത്രനായ യേശുവിനെ ഒന്ന് നമുക്കൊന്ന് ആരാധിക്കാൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി എല്ലാവരുടെയും ഹൃദയം യേശുവിനെ ആരാധന അർപ്പിച്ചുകൊണ്ട് സകല ബലവും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള ബൈബിളിന്റെ കൺസെപ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. എന്നാ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും പിന്നെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ട് ഈ ലോകത്തിന് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോകേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമതേ. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമതേ. സ്തുതിച്ചിടം വെള്ളത്തിൽ തിരച്ചിൽ പരിശുദ്ധയാ സഭയേ. സ്തുതിച്ചിടം വെള്ളത്തിൽ തിരച്ചിൽ പരിശുദ്ധയാ സഭയേ. ലഭിച്ചു സ്തുതിച്ചിടുവോ അതിനോയോ ക്രിസ്തുവത്രേ. സ്തുതിച്ചിടുവോ അതിനോയോ ക്രിസ്തുവത്രേ. മാധുര്യരാഗമീരങ്ങളാലെ അവരെ പുകഴ്ത്തിടാം. മാധുര്യരാഗമീരങ്ങളാലെ അവരെ
தாயே அவரை நான் புகழ்ந்திடாம். Praise the Lord. Hallelujah. 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 യേശുവിന്റെ മുമ്പിൽ സകല മുഴക്കാലും മടങ്ങും. നിന്റെ മുഴക്കാൽ ഇതിനു മുമ്പ് മടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മടങ്ങുന്ന രാത്രിയായിരിക്കും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന കുറെ പേര് ഇരിപ്പില്ലേ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന കയ്യൊന്ന് ഉയർത്തിക്കാട്ടെ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. ഉണ്ടോ? നിങ്ങൾ മനസ്സിലായോ? ആളുകൾ സറണ്ടർ ടു ദിസ് കിങ് ഓഫ് കിങ്സ്, രാജാധിരാജാവിന് വീണ്ടും സമർപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം തന്നല്ലോ. സ്വർഗത്തിലെത്തിയാൽ നമ്മൾ അവരെ കുറിച്ച് പാടും. ഇവിടെ വെച്ച് നമുക്ക് പാടാം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൊലാകുന്നു. ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ നമ്മളെ ചർച്ചാ വിഷയത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ മടങ്ങി വരട്ടെ. സോളാ സ്ക്രിപ്ചറ, സോളാ ഗ്രാറ്റിയ, സോളാ ഫീഡി, സോളാ ക്രിസ്റ്റാസ്, സോളാ ക്രിസ്റ്റാസ്, സോളാ ഡി ഗ്ലോറി. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം മാത്രം നമുക്ക് എടുക്കാം. അതിൽ നാലാമത്തെ ചിന്താവിഷയം, മൂന്നാമത്തെ ചിന്താവിഷയം ഞാനിവിടെ പറഞ്ഞല്ലോ. സോളാസ് ക്രിസ്റ്റാസ്, ഹി ഈസ് ദ ഓൺലി പേഴ്സൺ. മറ്റൊരുത്തനിലും, എല്ലാരും ഒന്ന് പറഞ്ഞേ, മറ്റൊരുത്തനിലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ മഹാദൈവം മടങ്ങി വരുന്നു. എല്ലാവരോടും പറഞ്ഞേ, ആ മഹാദൈവം മടങ്ങി വരുന്നു.